അല്ലാഹുവിന്റെ മലക്കുകൾ എത്ര പേരാണ്? അതാർക്കും പറഞ്ഞ് എണ്ണം പറഞ്ഞ് തൃപ്തിപ്പെടുത്താൻ കഴിയാത്തിടത്തോളം കാലം വിധം അല്ലാഹുവിന്റെ മലക്കുകൾ വിശാലമാണ്. പ്രവാചകന്മാരുടെ കണക്ക് പറയുന്നത് പോലെ അല്ലാഹുവിന്റെ മലക്കുകളുടെ എണ്ണം പറയാൻ സാധ്യമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മലക്കുകളെ കുറിച്ച് പറഞ്ഞത് ജുനൂദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ പട്ടാളം എന്നാണ് അവരെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞു തന്നത്. ജുനൂദുർ റഹ്മാൻ ഏകനായ അല്ലാഹുവിന്റെ പട്ടാളം സംരക്ഷകരായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വെച്ചിരിക്കുന്ന ആ മലക്കുകളെ, ആ പട്ടാളത്തിന്റെ എണ്ണം എത്രയാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അല്ലാഹുവിന്റെ പട്ടാളത്തിന്റെ എണ്ണം എത്രയാണ് അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കറിയില്ല. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അല്ലാഹുവിന്റെ പട്ടാളത്തിന്റെ എണ്ണം എത്രയാണ് എന്ന് ആകാശഭൂമികളോളം വ്യാപൃതമായി കിടക്കുന്ന രാപകലുകളില്ലാതെ പടച്ചതമ്പുരാന്റെ കൽപ്പനകളുടെ പുറകെ നടക്കുന്ന, അതിനെ ശിരസാവഹിക്കുന്ന അല്ലാഹുവിന്റെ മലായികത്തുകൾ, അവരുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ അറിയില്ല. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അല്ലാഹുവിന്റെ പട്ടാളത്തിന്റെ എണ്ണം അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കറിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട പടച്ചതമ്പുരാനാണ് എണ്ണമറിയാത്ത, ലോകത്ത് മുഴുവനും രാപകലുകളില്ലാതെ ആകാശഭൂമികളുടെ വ്യത്യാസങ്ങളില്ലാതെ സദാ ജാഗരൂകരായി മനുഷ്യനെ നിരീക്ഷിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്ന, അവന്റെ കർമ്മപദങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തുന്ന, അവന്റെ മാന്യന്മാരായ എഴുത്തുകാരായ അല്ലാഹുവിന്റെ സിംഹാസനത്തെ തന്നെ ചുമന്നു നിൽക്കുന്ന മഹാ ആരോഗ്യവാന്മാരും അധികായന്മാരുമായ മഹാന്മാരായ മലായികത്തുകൾ ആകാശലോകത്തു നിന്ന് വിദ്യബോധനത്തിന്റെ വെളിപാടുമായി 1,24,000 പരം വരുന്ന പ്രവാചകന്മാർക്ക് വിദ്യബോധനം കൊടുത്ത മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട മലക്കുകളുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. തഫ്സീൽ അശരീന മിൻഹുമു ജിബ്രീൽ മികായിൽ ഇസ്റാഫീൽ അസ്റായീൽ മുൻകർ നകീർ വറകീബ് വഖദാ അതീദ് മാലിക് വരിദ്വാനിൽ ഹുദാ. അല്ലാഹുവിന്റെ പട്ടാളമെന്ന് പരിചയപ്പെടുത്തിയ മഹാപട്ടാളത്തിന്റെ പ്രമുഖനായ എല്ലാ മനുഷ്യരും എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട റഖീബിനെയും അതീദിനെയും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അവർ രണ്ടുപേരും നമ്മുടെ ചുമലുകളിൽ എത്തപ്പെട്ടിട്ട് നേടിയ രണ്ട് മലക്കുകളാ. എല്ലാ വാക്കുകളും രേഖപ്പെടുത്തുന്ന റഖീബും അതീദും നമ്മുടെ ചുമലിൽ ഇരിക്കെ തന്നെ ആ റഖീബിനെയും അതീദിനെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും അതിനുശേഷം ധാരാളം ഔലിയാക്കളും ആരിഫീങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമുക്കെല്ലാവർക്കും കാണാൻ കഴിയണമെന്നില്ല. സൂറന്ന കാഹളത്തിന്റെ ചുമതലയേൽപ്പിക്കപ്പെട്ട മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ആ മഹാനായ മലക്കിനെ നമുക്ക് കാണാൻ കഴിയണമെന്നില്ല. കാരണം അല്ലാഹുവിന്റെ മലായികത്തുകളെ ജീവിത ലോകത്ത് കാണണമെങ്കിൽ അത്രയേറെ ജീവിത വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമേ ആ മലായികത്തുകളെ നമ്മുടെ നമ്മുടെ അടുക്കൽ പ്രത്യക്ഷപ്പെടുകയും അവരെ കാണാൻ കഴിയുകയും ചെയ്യണമെങ്കിൽ അത്രയോടെ ജീവിത വിശുദ്ധിയുള്ള, അത്രത്തോളം തഖ്വയുള്ള, അത്രത്തോളം ദൈവികമായ ഭയമുള്ള ഔലിയാക്കളും ആരിഫീങ്ങൾക്കും മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ സഹോദരങ്ങളെ, എത്ര ജീവിത വിശുദ്ധി ഉള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, തെമ്മാടിയാകട്ടെ സൽക്കർമ്മിയാകട്ടെ, ആരുമാകട്ടെ, കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ, മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, എല്ലാവരും അവന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമായി കണ്ടിരിക്കുന്ന, നിർബന്ധമായി അവന്റെ ജീവിതത്തിൽ അവന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരേ ഒരു മലക്കിന്റെ പേരാണ് മഹാനായ മലായികത്തുല്ലാഹ്, മഹാനായ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ.
അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാത്തവരാരുമില്ല. അസ്റായീലിനെ കാണാതെ കണ്ണ് വെട്ടിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ കഴിയില്ലല്ലോ. കാരണം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ലോകത്ത് ജീവിച്ചിരിക്കുന്നവൻ ശുദ്ധിയുള്ളവനാകട്ടെ ശുദ്ധിയില്ലാത്തവനാകട്ടെ തമ്മാടിയാകട്ടെ അവനാരുമാകട്ടെ ചെറുത്തവനാകട്ടെ വലുതാകട്ടെ പ്രായപൂർത്തിയാവനാകട്ടെ അല്ലാത്തവനാകട്ടെ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ എല്ലാവരും ജീവിതത്തിൽ നിർബന്ധമായി കാണുന്ന സമയത്ത് പേടിയോടെ നിലവിളിക്കുന്ന അല്ലെങ്കിൽ സ്നേഹത്തോടെ പുഞ്ചിരിക്കാൻ കഴിയുന്ന നമ്മുടെ ജീവിതത്തിലെ ദർശനത്തിന്റെ സുഖം നമുക്ക് നൽകുന്ന വളരെ സുനിശ്ചിതമായി നമ്മളെ കാണുമെന്ന് പറയുന്ന ഒരേ ഒരു മലക്കിന്റെ പേരാണ് കാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ റൂഹപ്പെട്ടിട്ടുണ്ടോ എന്നാൽ ആ റൂഹിനെ പിടിച്ചുകൊണ്ട് യാത്രയാക്കാൻ ഒരാൾ കടന്നു വരുമത്രേ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോ അല്ലാഹുവിന്റെ മലക്ക് വന്ന് ഊരിത്തന്ന നമ്മുടെ ഈ റൂഹുണ്ടല്ലോ ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ അല്ലാഹു വിശേഷിപ്പിച്ചു ജിബ്രീലിനെയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത് റൂഹ് എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ആത്മാവിനെയാ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ മലക്ക് വന്ന് നമുക്ക് ഊതിത്തന്ന റൂഹ് നമ്മുടെ ശരീരത്തിലുണ്ടോ? ആ റൂഹ് നമ്മുടെ ശരീരത്തിന്റെ വിരലുകളെ ചലിപ്പിക്കുന്നുണ്ടോ? അത് നമ്മുടെ കണ്ണുകളുടെ പുരികങ്ങളിൽ ഇമ വെട്ടുന്നുണ്ടോ? അത് നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കുന്നുണ്ടോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉമ്മാന്റെ ഗർഭാശയത്തിന് നമ്മുടെ ശരീരത്തിൽ സ്ഥാനം പിടിച്ച നമ്മുടെ റൂഹിന് ഈ യാത്രയേക്കാൻ വരുന്നവര് മാലാഖയുണ്ട്. ആ മാലാഖയാണ്. അത് റൂഹിനെ പിടിക്കാൻ കൊണ്ടുവന്നതല്ല. ഞാൻ പറയുന്ന റൂഹിനെ പിടിക്കാൻ വന്നതല്ല, അത് റൂഹിനെ യാത്രയാക്കാൻ വന്നതാണ്. ആത്മാവിനെ കൊണ്ടുപോകാൻ വന്നതാണ്. ആരുടെ ശരീരത്തിൽ നിന്ന് വന്ന ആത്മാവാണോ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചു നടന്നവര് ഇന്നലെ രാത്രി നീ യാത്ര പറഞ്ഞിട്ടും നിന്റെ കല്യാണമെന്നേ നീ എന്നോട് പറഞ്ഞില്ല. അവന്റെ കല്യാണമാണെങ്കിൽ അവൻ എന്നോട് പറയേണ്ടതല്ലേ? വീണ്ടും ഞാൻ ചിന്തിച്ചു നോക്കി. അല്ല അവിടെ പെരുന്നാളിന്റെ ആഘോഷമാണ്. അവിടെ പെരുന്നാളിന്റെ ആഘോഷമാണോ? അവിടെ പെരുന്നാൾ നടക്കുകയാണോ? ഞാൻ ഒന്നുകൂടി കണ്ണ് തിരുമ്മിയിട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ നടക്കുന്നത് എന്റെ കൂട്ടുകാരന്റെ കല്യാണമല്ല, അവിടെ നടക്കുന്നത് പെരുന്നാളിന്റെ ആഘോഷമല്ല. പിന്നെ എന്തെന്നറിയോ? മരണവാല ജാത്തെ കപ്പടേ അവിടെ എന്റെ കൂട്ടുകാരൻ മരിച്ചിട്ടവന് യാത്രയായി അത്രേ. അവന്റെ ആത്മാവ് യാത്ര പോയി അത്രേ. അവന്റെ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്ന് യാത്ര പോയതിന്റെ അടയാളമാണത്. അവിടെ ഇരിക്കുന്നവന്റെ കയ്യിലിരിക്കുന്ന പൂമാല കല്യാണ പെണ്ണിന്റെ കരുത്തിലിടാനുള്ളതല്ല, അത് മയ്യത്തിന്റെ മുകളിൽ വെക്കാനുള്ള റൂത്തുകളാണ്. അവിടെ ഇരിക്കുന്നവരുടെ കയ്യിലിരിക്കുന്ന വസ്ത്രങ്ങൾ കല്യാണ പെണ്ണിന്റെ പുടവയല്ല, അത് മരിച്ചുപോയവനെ പുതപ്പിക്കാനുള്ള കഫം പുടവയാണ് എന്ന് ഞാൻ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. സഹോദരങ്ങളെ, ആത്മാവ് യാത്ര പോയപ്പോ ആളുകളെ യാത്രയേക്കാൾ കൂടിയതാണത്രേ. ആത്മാവിന്റെ യാത്ര അത് ലോക ചരിത്രത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ യാത്രയാണ്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് കൂടിയുണ്ട് വർഷങ്ങളോളം നമ്മുടെ ശരീരത്തിൽ കൂടിയിരുന്നു. അവസാനം അല്ലാഹുവിന്റെ തീരുമാനമെത്തുമ്പോ അസ്റായീൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകുമത്രേ. ഒന്നുകിൽ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇല്ലീനിലേക്ക്, അതല്ലെങ്കിൽ സിജ്ജീനിലേക്ക്. അല്ലാഹുവേ ഏത് സമയത്ത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട പറഞ്ഞാലും അത് ഇല്ലീനിലെത്തിക്കണേ അല്ലാ, അത് നീ ഇല്ലീനിലെത്തിക്കണേ അല്ലാ. എന്താണ് ഇല്ലീൻ എന്നറിയുമോ? ഓമാ അദ്റാക മാ ഇല്ലീൻ കിതാബും മർകൂം.
എന്താണ് ഇല്ലീൻ എന്നറിയുമോ? ഈ ഭൂമിയിൽ നന്മ ചെയ്തവർ, ഈ ഭൂമിയിൽ നന്മയോടെ നടന്നു പോയവർ, ഈ ഭൂമിയിൽ നന്മയ്ക്ക് വേണ്ടി കൂട്ടുകൂടിയവർ, ഈ ഭൂമിയിൽ നന്മയാണ് വലുതെന്ന് ജീവിതത്തിൽ വിശ്വസിച്ചവർ, അവരുടെ ആത്മാവുകളുടെ സജ്ജനങ്ങളുടെ ആത്മാവുകള് അല്ലാഹു സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഇല്ലീൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എല്ലാവർക്കും ലോകത്തൊരാൾക്കും തടയാൻ കഴിയാത്ത, ഒരാൾക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സന്ദർശകനാണ്. ഒരു വിരുന്നുകാരനെ പോലെ, മുന്നറിയിപ്പില്ലാത്ത വിരുന്നുകാരനെ പോലെ, മലയാളത്തിന്റെ സ്വന്തം സാഹിത്യകാരൻ എംജിയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ, രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ എപ്പോഴാണ് കയറി വരേണ്ടതെന്നറിയാതെ, സ്ഥലമറിയാതെ, സാഹചര്യം കണക്കാക്കാതെ കടന്നു വരുന്ന വിരുന്നുകാർ കോമാളിയെ പോലെ നമ്മുടെ അടുക്കലേക്ക് വരുന്ന കോമാളിയാണ് മരണമെന്ന് പറയുന്നത്. അല്ലാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മരണം നന്നാക്കി തരട്ടെ. ആമീൻ പറയുന്നത് സദസ്സായി. അല്ലാഹു നമ്മുടെ മരണം നന്നാക്കി തരട്ടെ. അത് പറഞ്ഞാൽ ആമീനില്ല, ജീവിച്ചു കൊതി തീർന്നിട്ടില്ല. മരണം നന്നാക്കുന്നതിനെ കുറിച്ചല്ല നമ്മുടെ ചർച്ച, ജീവിതം നന്നാക്കുന്നതിനെ കുറിച്ചാണ്. എന്നാൽ പ്രധാനപ്പെട്ടത് മരണം നന്നാവലാണ്. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖവാത്തിമഹു, അവന്റെ അവസാനം നന്നാവുക എന്നതാണ്. അവസാനം നന്നാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആരും ബോധവാന്മാരല്ല എന്നതാണ് ഇന്ന് സമൂഹം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരട്ടെ. ആമീൻ പറയാൻ പറ്റൂലെങ്കിൽ മെല്ലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് പൊക്കോണം വീട്ടിൽ. ഏതായാലും ഇതൊരു കലാപരിപാടിയൊന്നുമല്ല. മതപ്രഭാഷണം 2 ദിവസത്തെ പ്രഭാഷണം, 3 ദിവസത്തെ പ്രഭാഷണം, ഇതിൽ ആണ്ടറുതിയിൽ നിർബന്ധമായി നടക്കേണ്ട ഒരു ആചാര വെടിക്കെട്ടൊന്നുമല്ല. അങ്ങനെ നമ്മൾ ആരെങ്കിലും ഈ മതപ്രഭാഷണ വേദിയെ സമീപിക്കുന്നുവെങ്കിൽ അത് തീർത്തും തെറ്റാണ്. ഇത് ആണ്ടറുതിയുടെ അവസാനം നടക്കുന്നൊരു മുറതട്ടാത്ത ആചാരത്തിന്റെ ഭാഗമായി നടക്കുന്നതല്ല. ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഹൃദയങ്ങളെ, മലീമസമായ ഹൃദയങ്ങളെ വിമലീകരിക്കാൻ കഴിയുന്ന ആത്മീയതയുടെ തസ്കീയത്തിന്റെ പാഠങ്ങളാണ്. മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വാള് കേട്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ ബോധം കെട്ട് മരിച്ചുപോയി എന്നാണ്. അപ്പോ നമ്മെ സംബന്ധിച്ചോളം നമ്മൾ എല്ലാ വാള് കേൾക്കുന്നവരാണ്. മരിക്കുമെന്ന് ഉറപ്പായ ഒരാൾ ചെയ്യേണ്ടത് എന്താണ്? അവൻ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നതാണ്. ഇൻഷാ അല്ലാഹ് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരും എന്ന കാര്യം ഉറപ്പാണ്. വരാതിരിക്കൂല. ഇരിക്കൂ. ഏത് പൊരയിലാണെങ്കിലും അത് വരും, ഉറപ്പാണ്. അപ്പൊ പിന്നെ നമ്മുടെ ലക്ഷ്യമേതാ? വരുന്ന സമയത്ത് പോകാൻ റെഡിയായിട്ടിരിക്കുക. അതല്ലേ ഒരു ബുദ്ധി. ഏതായാലും വരൂന്ന് ഉറപ്പാ, അപ്പൊ പിന്നെ പോകാൻ റെഡിയായി നിൽക്കുക. ചിലപ്പോ ഭർത്താവ് ഭാര്യമാരോട് വിളിച്ചിട്ട് പറയും, ഞാൻ 12 മണിക്ക് വരും, അപ്പൊ നീ പോകാൻ റെഡിയായി നിൽക്കണം. അപ്പൊ എങ്ങനെയാ പെണ്ണുങ്ങളെ നിങ്ങൾ നിൽക്കുക? വരൂന്ന് ഉറപ്പാണ്, അപ്പൊ പിന്നെ പോകാൻ റെഡിയായി നിൽക്കുന്നത് എങ്ങനെയാ? സാധാരണ എങ്ങനെയാ പോകാൻ റെഡിയായി നിൽക്കുക? ഭർത്താവ് വരും, നമുക്ക് വെളിയിലൊന്ന് പോകണം, നീ റെഡിയായി നിൽക്കണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാ നിൽക്കുക? രാവിലെ 7 മണിക്ക് അങ്ങാടിയിൽ വെച്ച് ഭർത്താവ് മേടിച്ചുകൊണ്ട് വന്ന മീൻ കൊണ്ടുപോയി അടുക്കളയുടെ പുറകിൽ പോയി കലത്തിലിട്ടിട്ട് കത്തിമേ പിടിച്ചപ്പോ നൈറ്റിമേൽ തെറിച്ച് ആ മീനിന്റെ ചെതുമ്പലും വെച്ച് അടുക്കളയിലെ മീൻകറി വെച്ചതിന്റെ കരി നൈറ്റിമേ തൂക്കിയിട്ട് ആരെങ്കിലും നിൽക്കുമോ? ഭർത്താവ് വരുന്നതും കാത്ത്. ആ മീനിന്റെ ചെതുമ്പല് നൈറ്റിന്ന് പോയിട്ടില്ല. നന്നായി കുളിച്ചൊരുങ്ങി അല്ലേ ഒരിടത്തേക്ക് പോകാൻ റെഡിയാവാൻ പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് എങ്ങനെയാണ്? നന്നായി കുളിച്ചൊരുങ്ങി, ശരീരത്തിന്റെ അഴുക്കുകളൊക്കെ കളഞ്ഞ് കുളിച്ചൊരുങ്ങി, ഉടുത്തിരുന്ന അഴുക്കുള്ള വസ്ത്രം മാറ്റി പുതുവസ്ത്രമിട്ട്, നന്നായി മുടിയൊക്കെ ചീകി ഒതുക്കി, പൗഡറൊക്കെ മുഖത്തിട്ട്, നല്ല സാരി എടുത്ത് അല്ലെങ്കിൽ പർദ്ദ എടുത്തിട്ട് സാരി എടുത്ത്
ആ സാരിയുടെ കളറിന് മാച്ചായ ബ്ലൗസ് ഇട്ട്, ബ്ലൗസിന് മാച്ചായ കമ്മലിട്ട്, കമ്മലിന് മാച്ചായ വളയിട്ട്, വളയ്ക്ക് മാച്ചുള്ള ചെരുപ്പിട്ട്, ചെരുപ്പിന് മാച്ചുള്ള കളർ ലിപ്സ്റ്റിക് ഇട്ട്, ലിപ്സ്റ്റിക്കിന്റെ മാച്ചുള്ള കളറിന്റെ മുടിയിൽ തേച്ച്, എല്ലാം ഒരു മാച്ചിങ് സ്റ്റോറി, ഒരു മാച്ചിങ് സെക്ഷനായി നിൽക്കുമ്പോ ആ വിളിക്കാൻ വേണ്ടി വരുന്ന ആൾ വീട്ടിലെത്തുമ്പോ കാണുമ്പോ പറയും, ആ എന്ത് മൊഞ്ചായിട്ടാണ് ഈ നിൽക്കുക. അങ്ങനെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആൾക്ക് താൻ പറഞ്ഞപ്പോ ഒരുങ്ങി നിന്ന ആളെ തന്റെ കൂടെ കൊണ്ടുപോകുമ്പോ കൂടെ നിൽക്കുന്നവന് ഒരു സന്തോഷമാണ്. അപ്പോ നമ്മെ സംബന്ധിച്ചോളം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരും ഉറപ്പാ, ഞാൻ വരും ഉറപ്പാണ്. അപ്പൊ പിന്നെ അസ്റായീൽ വരും. അസ്റായീലിനെ സന്തോഷിപ്പിച്ചിട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, ആമീൻ പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്റായീൽ വരുമെന്ന് ഉറപ്പാ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാന്മാരായ ചില ഔലിയാക്കൾ ഒരു ദിവസം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, അത്രേ നീ വരുമെന്ന് ഉറപ്പാണല്ലോ, നീ വരുമെന്ന കാര്യം ഉറപ്പാണല്ലോ. അസ്റായീലേ, നീ വരുന്നതിന് മുമ്പ് ഞങ്ങളെ ഒന്ന് അറിയിച്ചിട്ട് വരുമോ അസ്റായീൽ? മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഒരാളോട് ഞാൻ വരുന്നുണ്ട് എന്ന് അറിയിക്കാതെ ഞാൻ വന്നിട്ടില്ല. ഞാൻ വരുന്നുണ്ട് എന്നതിന് അടയാളം ഓരോരുത്തർക്കും ഞാൻ നൽകിയിട്ടാണ് വരിക. മഹാന്മാര് ചോദിച്ചു, അത്രേ അസ്റായീൽ, നീ വരുമെന്നതിന്റെ അടയാളം ഏതാ? മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അത്രേ നിന്റെ മുടി നരക്കുന്നത്, നിന്റെ ശരീരത്തിന് ആരോഗ്യം നഷ്ടപ്പെടുന്നത്, നിനക്ക് കേൾവി ശക്തി കുറയുന്നത്, നിന്റെ കാഴ്ചകൾക്കും മങ്ങലേൽക്കുന്നത്, നിന്റെ ശരീരത്തിന് പട ആരോഗ്യമില്ലാത്തത്, ഇതെല്ലാം ഞാൻ വരുന്നതിന്റെ അടയാളമാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ താടി നരച്ചതും തല നരച്ചതും വെയിൽ കൊണ്ടിട്ടല്ലോ, പ്രായം വന്നിട്ട് നരച്ചതല്ലേ. ഓരോ നരകളും നിന്റെ മുടിയിടകളിൽ പ്രത്യക്ഷപ്പെടുമ്പോ ആ സമയത്തൊക്കെ ഓർക്കണമല്ല, അസ്റായീൽ വരാൻ പോവുകയാണ്. മരണദൂതൻ എന്റെ വീട് സന്ദർശിക്കാൻ പോവുകയാണ്. പല ഉപ്പമാരും പറയാറുണ്ടല്ലോ, ശരീരത്തിന് പണ്ടത്തെ ആരോഗ്യമില്ല എന്ന് പറഞ്ഞാൽ അസ്റായീലിന്റെ മരമെടുത്തെന്നാണ് അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോ. പെങ്ങളെ, ഇടക്കിടക്ക് തലമറച്ച തുണി നിന്റെ സ്വകാര്യതയിലെ തലയിലെ തലമുടികളൊന്ന് കണ്ണാടിയിൽ നോക്കണം. എവിടെയെങ്കിലും ഒരു വെളുപ്പ് പ്രത്യക്ഷപ്പെട്ട നിന്റെ കാലിന്റെ മുട്ടുകൾക്ക് നിൽക്കുമ്പം വേദന അനുഭവപ്പെട്ട, പടയതുപോലെ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, കസേരയിലിരിപ്പാ, ഇതിന്റെയൊക്കെ അടയാളം എന്താ? മരണം നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തു നിൽക്കുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിളിക്കാൻ വരുന്ന ആള് വിളിക്കുന്ന നേരത്ത് സന്തോഷത്തോടെ പോകാൻ കഴിയണല്ലോ. ഏറ്റവും സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു പോകാനോ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ല. അതുകൊണ്ട് ഈ ജീവിതമൊക്കെ ഒരു നാൾ അവസാനിക്കും. എല്ലാം തകർന്ന് തരിപ്പണമായി ഏകാന്തതയുടെ വീട്ടിലേക്ക്, ഏകാന്തതയുടെ ലോകത്തേക്ക് പോകുമ്പോ ഏറ്റവും നല്ല സുന്ദരമായ വിടവാങ്ങൽ കിട്ടാൻ, ഏറ്റവും നല്ല സുന്ദരമായ യാത്രയപ്പ് നൽകാൻ നമ്മുടെയൊക്കെ വീട്ടിൽ യാത്രയപ്പ് നൽകാറുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ ഒരു ഹെഡ് മാസ്റ്റർ വിട പറയുമ്പോ അദ്ദേഹത്തെ നമുക്ക് യുക്തമായി യാത്രയപ്പ് നൽകാറുണ്ട്. പള്ളിയിലെ ഖത്തീബ് ചിലപ്പോൾ ഹജ്ജിന് പോകുമ്പോ യാത്രയപ്പ് കൊടുക്കാറുണ്ട്. ഒരാൾക്ക് നമ്മൾ യാത്രയപ്പ് കൊടുക്കുന്നത് എപ്പോഴാ? അയാളെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിക്കുമ്പോഴാ. സന്തോഷത്തോടെ യാത്രയാക്കുന്നുണ്ടെങ്കില് മരണം നമ്മളെ യാത്രയാക്കാൻ വരുമ്പോ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു, അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ചുമതലകളൊക്കെ പൂർത്തിയാക്കി സന്തോഷത്തോടെ പോകാൻ റെഡിയാണ്. അവസാനത്തെ വിടയാത്ര, അവസാനത്തെ വിടവാങ്ങൽ നന്നാക്കണേ. മഹാനായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കായി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും വടിയരികിൽ താമസിക്കുകയാ. ശത്രുക്കളുടെ താവളങ്ങൾ നിലനിൽക്കുന്ന, ശത്രുക്കളുടെ കണ്ണുകളെത്തുന്ന വിശാലമായ മരുപ്പറമ്പ് ഹബീബായ നബി തങ്ങൾ സഹാബത്തും വിശ്രമിക്കാൻ തീരുമാനിക്കുമ്പോ, രാത്രി കഴിച്ചു കൂട്ടാൻ തീരുമാനിക്കവേ എല്ലാവരും യുദ്ധത്തിന്റെ ക്ഷീണം കാലത്താൽ ഉറക്കത്തിലേക്ക് നടന്നു പോവുകയാ. ഹബീബായ നബി തങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, സഹാബാ മയ്യഖൂമു ഹാദിഹിൽ ലൈല, മയ്യഖൂമു ഹാദിഹിൽ ലൈല, ഇന്നത്തെ രാത്രിയിൽ ആരാണ് ഞങ്ങൾക്ക് കാവൽ നിൽക്കുന്നത്? എതിരാളികളിൽ നിന്ന് സംരക്ഷണം നൽകാൻ, മറ്റുള്ളവരുടെ കണ്ണിൽ ഞങ്ങൾ പെടാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂലിനെ സഹാബത്തിനും ഒരു പോറലേൽക്കാറ് ആരാണ് കാവലെടുക്കുന്നത്? സഹാബാ. ആ സമയത്ത് മഹാന്മാരായ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഊർജ്ജസ്വരരായ രണ്ട് ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്നു. അങ്ങനെയാണല്ലോ സമൂഹത്തിന് ഒരു ആവശ്യം വരുമ്പോ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. അതാണ് SKSSF എന്ന ചരിത്രപരമായ ഏറ്റവും വലിയ ധർമ്മത്തിന്റെ പ്രസക്തിയത. SKSSFന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ചരിത്രത്തിന്റെ കാവലാളുകളായി ഒരു സമൂഹത്തിന് ആവശ്യം വരുമ്പോ ആ സമയത്ത് തുടിച്ചെഴുന്നേറ്റ് നിൽക്കേണ്ടത് യുവതയാണല്ലോ. എഴുന്നേറ്റ് നിന്ന് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക തേജസ്സിന്റെ, ഇസ്ലാമിക ചരിത്രത്തിന്റെ തേജസ്സുറ്റ യുവത്വത്തിന്റെ പ്രതീകം പോലെ അവര് രണ്ടുപേരും എഴുന്നേറ്റ് നിന്നു. നഹ്നു യാ റസൂലല്ലാഹ്, ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളുണ്ട് നബിയേ. നഹ്നു യാ റസൂലല്ലാഹ്, ഞങ്ങളുണ്ട് നബിയേ ഈ ദൗത്യം ഏറ്റെടുക്കാൻ. ആ ഇസ്ലാമിക കാലഘട്ടത്തിന്റെ പ്രവാചകൻ പാതിരാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ലോകത്തിന്റെ വെളിച്ചത്തിന് കാവൽ നിൽക്കാൻ ഭാഗ്യം കിട്ടിയത് ഉബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവിനാ. ചെറുപ്പക്കാരെ, നമ്മൾ ഏതൊക്കെ അനുഭവിച്ചാലും അല്ലാഹുവിന്റെ റസൂലിന് കാവൽ നിൽക്കാൻ ഹബീബായ നബി തങ്ങളുടെ മുഖമൊന്ന് കാണാൻ നമുക്കൊന്ന് കഴിഞ്ഞില്ലല്ലോ ചെറുപ്പക്കാരാ. എന്തോരു വലിയ ചരിത്രപരമായ ദൗർഭാഗ്യമാണിത്. ഹറാമുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഈ കാലത്ത് നമ്മൾ ജനിച്ചെങ്കിലും 6-ാം നൂറ്റാണ്ടിൽ ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഗുരുഷനോ സഹറാദിക്കായത് 6-ാം നൂറ്റാണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജനിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ സഹോദരങ്ങളെ. എന്നാലും നമ്മൾ ഒന്നുകൂടി ഓർക്കുകയാണ്, യഥാർത്ഥത്തിൽ അന്ന് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സഹാബത്തിനെ പോലെ ആകാൻ നമുക്കൊന്ന് കഴിയുമായിരുന്നു. നമ്മളൊക്കെ പറയും അന്നക്കാലത്ത് നമുക്ക് ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ, നമ്മളെത്ര ഹതഭാഗ്യരാണ്. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കാലഘട്ടത്താണ് നമ്മൾ ജനിച്ചതെങ്കിൽ ആ സഹാബത്ത് ചെയ്ത ത്യാഗം ചെയ്യാൻ നമുക്ക് കഴിയുമായിരുന്നു. കഴിയോ? നമ്മളൊക്കെ സാധാരണ വാദം പറയുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ പറയാൻ, അല്ലാഹുവേ ആ കാലത്ത് അല്ലാഹുവിന്റെ റസൂലിനൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നെങ്ങാനും നമ്മൾ പറഞ്ഞാൽ, അഥവാ നമ്മൾ ജനിച്ചാൽ നമുക്കൊരു സയ്യിദാകാൻ കഴിയുമായിരുന്നു. നമുക്ക് ആ കാലഘട്ടത്തിൽ ഒരു ഉമറാവാൻ കഴിയുമായിരുന്നു റളിയല്ലാഹു അൻഹു. നമുക്ക് ആ കാലഘട്ടത്തിന്റെ ഒരു ഖാലിദ് ബിൻ വലീദാവാൻ, നമുക്ക് ആ കാലഘട്ടത്തിന്റെ മിഖ്ദാദ് ബിൻ അസ്വദാവാൻ. നബിയെ ആത്തിരക്കുന്ന തിരമാലകൾ ആഞ്ഞടിക്കുന്ന മഹാസമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ അങ്ങ് ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങളുടെ കുതിരകളുടെ പുറത്തു കയറി കടലിലോട്ട് ഞങ്ങൾ എടുത്തു ചാടും നബിയെ എന്ന് പറഞ്ഞ ഒരു മിഖ്ദാദാവാൻ നമ്മളെ കൊണ്ട് പറ്റൂ? നമ്മുടെ ജീവിതം അല്ലാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ നമുക്ക് പറ്റൂ? നമ്മളെ പള്ളിക്കല് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോ നമ്മളെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ നമ്മൾ പറയും ഇനി ഈ പള്ളിക്ക് ഞാൻ കയറൂല, ഇനി ഈ പള്ളിയിൽ ഞാൻ കയറൂല. കാരണം നമ്മുടെ ഒരു സെക്രട്ടറി സ്ഥാനം പോയാ, നമ്മുടെ ഒരു പ്രസിഡന്റ് സ്ഥാനം പോയാ പിന്നെ നമുക്ക് ആ വാശിയും വൈരാഗ്യം മുഴുവനും പിന്നെ അള്ളാഹിനോട് ഈ പള്ളി ഞാൻ കയറൂല. വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വന്നിട്ട് ഇറങ്ങാൻ നേരത്ത് അവനാണ്ട് ചെരുപ്പ് കാണാതെ പോയാൽ പറയും ഇനി ഈ പള്ളിയില് ഞാൻ വരൂല, എന്റെ വെരുപ്പ് പോയി. നമുക്കൊരു ചെരുപ്പ് നഷ്ടപ്പെട്ടാൽ നമുക്ക് കുണ്ഠിതമാണ്, അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ നഫ്സി ഫിദാഉൻ ലക യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങളുടെ ആത്മാവ് അങ്ങേക്ക് സമർപ്പിച്ചിരിക്കാൻ, ഞങ്ങൾ ഷഹീദാവാൻ വേണ്ടി വന്നവരാണ്.
അതുകൊണ്ട് ആ പറയുന്നതിന് അർത്ഥമില്ല. നമ്മളൊക്കെ വലിയ വാചകം അടിച്ചിട്ട് വാത് പറയുമ്പോൾ നമ്മളിങ്ങനെ ത്രസിപ്പിച്ചിട്ട് പറയും അന്ന് എനിക്കൊന്ന് ജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലാഹുവേ, അന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഞങ്ങൾക്ക് ജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ 14 നൂറ്റാണ്ട് പിന്നെന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു. മുത്ത് റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. എന്തിനാണ് ഹബീബായ നബിയുടെ കാലിന്റെ സ്പർശനമേക്കാത്ത ഈ മണ്ണിൽ ഞാൻ എന്തിനു പിറന്നു? പക്ഷേ മഹാനായ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാളിങ്ങനെ മഹാനവറുകളുടെ വീടിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ വാർദ്ധക്യമായി മഹാനവറുകളുടെ വീടിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോ ഒരാള് പറഞ്ഞു പത്രേ, തൂബാലി ഹാത്തൈനി തൂബാലി ഹാത്തൈനിൽ ഐനൈനിൽ ലത്തൈനി. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയോട് പറയാ, നിങ്ങളുടെ കണ്ണുകൾ മിഖ്ദാദ്, നിങ്ങളുടെ ഈ കണ്ണുകൾ എത്രയോ ഭാഗ്യം ലഭിച്ച കണ്ണുകൾ, എത്രയോ ഭാഗ്യം ലഭിച്ച കണ്ണുകളാ. നിങ്ങളുടെ ഈ കണ്ണുകൾ ഭാഗ്യം ലഭിച്ച കണ്ണാണല്ലോ. ആ കണ്ണുകൾ എത്രയോ ഭാഗ്യമുള്ള കണ്ണാ. അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് കണ്ട കണ്ണാണല്ലോ. അത് കാണാൻ എന്റെ കണ്ണിന് ഭാഗ്യം ലഭിച്ചില്ലല്ലോ എന്ന് താബിയായൊരു മനുഷ്യൻ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയോട് പറഞ്ഞപ്പോ മിഖ്ദാദ് റളിയല്ലാഹു തആല ചോദിച്ചു, പത്രേ, നിങ്ങൾക്ക് അല്ലാഹു നൽകാത്തൊരു ഭാഗ്യത്തെ കുറിച്ച് നിങ്ങൾ വിലപിക്കുന്നതെന്തിന്? എന്തിനാണ് നിങ്ങൾ നിരാശപ്പെടുന്നത്? മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, പത്രേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ജനിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങളെ പോലെ ബദറിലും മുഹദിലും പോരാടാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യന് ഉത്തരം മുട്ടിപ്പോയത്രേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചെറുപ്പക്കാരാ, ദുനിയാവിന്റെ സമൃദ്ധിയിലും ആഡംബരത്തിലും ജനിച്ച നമുക്ക് ഹബീബായ നബി തങ്ങളുടെ ഒരു മിഖ്ദാദാവാൻ കഴിയുമോ? അവരുടെ ത്യാഗം നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ? മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും മക്കയിലൊരു പെണ്ണ്, അൻസാരിയായൊരു പണക്കാരി പെണ്ണ്, അൻസാരിയായൊരു പണക്കാരി പെണ്ണ് എല്ലാ വെള്ളിയാഴ്ചയും മക്കയിൽ ചീരയുടെ ഒരു സൈസ് ചീരയുടെ വേരെടുത്തിട്ട് ആ വേര് മാവിലിട്ടിട്ടൊരു പലഹാരം ഉണ്ടാക്കാറുണ്ടായിരുന്നു. അത്രേ, ബിരിയാണിയല്ല, മാംസമിട്ട ബിരിയാണിയല്ല. എന്റെ പ്രിയപ്പെട്ട പെണ്ണുമാണ് എല്ലാ വെള്ളിയാഴ്ചയും ഒരു ചീരയുടെ വേരെടുത്തെടുത്തിട്ട് ആ വേര് ആ മാവിലിട്ടിട്ട് അൻസാരിയായൊരു പണക്കാരി ഇവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കാറുണ്ടായിരുന്നു. ആ ഭക്ഷണമെന്ന് കഴിക്കാൻ വെള്ളിയാഴ്ച ആകുന്നത് നിങ്ങൾ കാത്തിരിക്കുമായിരുന്നുണ്ട്. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു. നമുക്കൊക്കെ അതിന് പറ്റുമോ? ഒരു ബിരിയാണിയല്ല, ചീരയുടെ വേര് മാവിലിട്ടിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. ആ ഭക്ഷണം ഒന്ന് കഴിക്കാൻ വെള്ളിയാഴ്ച ആവുന്നത് ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. നമ്മളെ കൊണ്ട് ഈ ത്യാഗമൊക്കെ പറ്റുമോ? നമ്മൾ എല്ലാ സുഭിക്ഷതകളും അനുഭവിക്കുന്നവരാ. അപ്പൊ എന്റെ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ആ കാലത്തിൽ ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പരിതപിക്കണ്ട. കാരണം ആ കാലത്തെ നെഞ്ചിലേറ്റാൻ കഴിയുന്ന ആളുകളായിരുന്നില്ല നമ്മൾ. അതാ സഹാബുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിയുമായിരുന്നുള്ളൂ. മഹാനായ ഉബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവും അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹും എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അവരാണ് ആ കാലഘട്ടത്തിന്റെ യുവത്വത്തിന്റെ പ്രതീകം. നബിയെ, നഹ്നു യാ റസൂലല്ലാഹ്, ഞങ്ങൾ കാവൽ നിൽക്കാം നബിയെ. ഇതൊക്കെയാണ് മരണത്തിന് ഒരുങ്ങേണ്ടത്. ഇങ്ങനെ അങ്ങോട്ട് മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആ സമയത്ത് രണ്ടുപേരാണ്. ഒന്ന് അമ്മാർ ബിൻ യാസിർ. അമ്മാർ ബിൻ യാസിർ മഹാനായ ബിശ്ർ റളിയല്ലാഹു തആല അൻഹു അമ്മാർ ബിൻ യാസിറിനോട് ചോദിച്ചു, അമ്മാറെ, ആദ്യം കാവൽ നിൽക്കുന്നതാരാ? രാത്രിയെ നമുക്ക് രണ്ടായി ഭാഗിക്കാം. ഒരു വണ്ടിക്ക് രണ്ട് ഡ്രൈവർമാരുണ്ട്. പറയാം, ആദ്യം ഞാൻ ഓടിക്കുക, എനിക്ക് ഉറക്കം വരുമ്പോ നീ ഓടിച്ചോ. ആദ്യം ആരാ ഓടിക്കുക?
എന്ന് ചോദിക്കുന്നത് മാതിരി മഹാനായ ഉബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു തആല ചോദിച്ചു, അമ്മാറേ, ആരായ ഹബീബായ നബി തങ്ങൾ ഉറക്കത്തിലേക്ക് പോവുകയാ? ആരാണ് അമ്മാറെ ആദ്യം കാവൽ നിൽക്കുന്നതെന്ന് ചോദിക്കവേ ഉബാദ് ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് അമ്മാർ പറഞ്ഞു, ഉബാദേ, ആദ്യം നീ കാവൽ നിൽക്കുക, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഉബാദേ, നിനക്കെപ്പോഴാണ് ഉറക്കം വരുന്നത്? ആ സമയത്ത് നീ എന്നെ എഴുന്നേൽപ്പിക്കണേ. ഹബീബായ നബി തങ്ങൾക്ക് സഹാബത്തിന് കാവൽ നിൽക്കുക എന്ന ചരിത്രപരമായ നിയോഗം നിങ്ങളുടെ ചുമലിലേറ്റ ആ യുവാക്കളായ സഹാബത്തിന് രണ്ടുപേരിൽ ഒരാൾ കിടന്നുറങ്ങുകയാ. മഹാനായ ഉബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു തആല അൻഹു വിജനമായ രാത്രിയിൽ ഈത്തപ്പനമരത്തിന്റെ ഇലകൾ പോലും കാറ്റിനോട് യാത്ര പറഞ്ഞിട്ട് നിദ്രയിലോട്ട് കടന്നു പോകുന്ന ഏകാന്തതയുടെ മദീനയുടെ രാത്രി എന്റെ ചെറുപ്പക്കാരോട് മരണം എങ്ങനെയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. ആ സമയത്ത് മഹാനായ ഉബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ ഇങ്ങനെ ഏകനായി കാവൽ നിൽക്കുമ്പോ ചുറ്റുഭാഗത്ത് നിശബ്ദതയും വിജനതയും, ആരുമില്ലാതെ ഒരാൾ മാത്രം ഉറക്കമെടുത്ത് നിൽക്കുമ്പോ ഉബാദ് റളിയല്ലാഹു തആല ചിന്തിക്കുകയാണ്, ആരാരുമില്ലാത്ത വിജനമായ മരുഭൂമിയിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാ. അല്ലാഹുവേ, ഈ സമയത്ത് എനിക്ക് നിന്നെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കണം അല്ലാ. ഈ രാത്രിയിൽ എനിക്ക് നിസ്കരിക്കണം അല്ലാ. ഞാൻ നീയുമല്ലാതെ മറ്റൊരാൾ കാണാത്ത ഒരു നിസ്കാരം. മറുപ്പക്കാരായ ഇതൊക്കെ ജീവിതത്തിന്റെ ചില വിട്ടുവീഴ്ചയില്ലാത്ത മൂല്യങ്ങളാ. പരാവാരം പോലെ പരന്നു കിടക്കുന്ന മണൽത്തരികൾ പോലെ സലാത്ത് ചൊല്ലുന്ന മദീനയുടെ മരുഭൂമിയെ മഹാനായ ഉബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു തആല അൻഹു എന്നിട്ട് അവിടേക്ക് വന്ന് മരുഭൂമിയെ നിസ്കരിക്കുകയാ. നീല നിലാവും നീല നക്ഷത്രങ്ങളും മാത്രം കാവൽ നിൽക്കുന്ന രാത്രിയുടെ ശുഭമായ ഒരു രാത്രിയിലെ ഏകാന്ത നിസ്കാരം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹ ഓതി. ആ ഫാത്തിഹയ്ക്ക് ശേഷം മഹാനായ ഉബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു ഫാത്തിഹ ഓതിയിട്ട് പാരായണം ചെയ്തതെന്നറിയുമോ? വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫാണ് പാരായണം ചെയ്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇബദാ ഖൈമൻ ലിയുൻദിറ ബഅസൻ ശദീദാ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസനാ. പാതിരാവിന്റെ നിശബ്ദതയിൽ ഈത്തപ്പനമരങ്ങൾ പോലും ഖുർആനിന്റെ സ്വരമാധുരയുടെ നാദവൈചിത്രത്തിലേക്ക് ഊണ്ടിറങ്ങി പോകുന്ന രാത്രിയിൽ മഹാനായ ഉബാദ് റളിയല്ലാഹു തആല നിസ്കരിക്കുകയാ. അൽഹംദുലില്ലാഹ്, സർവസ്തുതി നിനക്കാണ് അല്ലാഹ്. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, നിന്റെ അടിമക്ക് നീ വേദഗ്രന്ഥം അവതരിപ്പിച്ചവനാണ് റബ്ബേ. എന്താ അത്ഭുതമാണ്, നിന്റെ അടിമക്ക് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് നീയാണ്. ഇതോസുമ്പോ അടിമ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്നുണ്ട്. ഏതടിമയുടെ മേലാണോ ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത്, ആ അതേ അടിമ അപ്പുറത്ത് ഭൂനിലാവ് പുഞ്ചിരിക്കുന്ന ശോഭയോട് ഹൈമയിലെ നിശബ്ദമായി കിടന്നുറങ്ങുന്നുണ്ട് ആ പ്രിയപ്പെട്ട അടിമ. ആ അടിമയാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങുന്നുണ്ട്. ആയത്ത് ഓതിക്കൊണ്ടിരിക്കവേ എതിരാളികൾ മഹാനായ ഉബാദ് ഇബ്നു ബിശ്റിനെ കണ്ടു. തങ്ങളുടെ പ്രവാചകനെ കാവൽ നിൽക്കുന്ന കാവൽക്കാരനാണ്, അയാളെ കൊല്ലണമെന്ന ആഗ്രഹത്തോട് നഗരേന്ന് കണ്ടുപിടിച്ച എതിരാള് മുതുകിലെ ആമനാടിയിൽ നിന്ന് അമ്പെടുത്തു. വില്ലിലേക്ക് വാഞ്ഞു വെച്ച് കുലച്ചു വിട്ടു. പാഞ്ഞു വന്ന അസ്ത്രം മഹാനായ ഉബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിലേക്ക് തുളച്ചു കയറുകയാ. കാലിലേക്ക് തുളച്ചു കയറിയ അസ്ത്രം തന്റെ അസ്ഥിയിലേക്ക് കുളച്ചു കയറുമ്പോ മഹാനായ ഉബാദ് റളിയല്ലാഹു അൻഹു ആ അമ്പ് തന്റെ കാലിൽ നിന്ന് വലിച്ചൂരിയെടുത്ത് വെളിയിലോട്ട് കളയാ. നിസ്കാരത്തിന്റെ രസം മുറിഞ്ഞിട്ടില്ല. അല്ലാഹുവോടുള്ള മുനാദാത്തിന് തടസ്സം വന്നിട്ടില്ല.
ഇത് പടച്ചിറപ്പിനോടുള്ള മുനാജാത്തല്ലേ? ഇത് അടിമയുടെ അഭിമുഖ സംഭാഷണമല്ലേ? ഇത് അടിമയുടെ മേറാജല്ലേ? അസ്സലാത്തു മിറാജ് മിഅ്റാജുൽ മുഅ്മിനീൻ. നമസ്കാരം സത്യവിശ്വാസിയുടെ മേറാജാണ്. അവനാ നിസ്കാരത്തിൽ ആകാശം കാണണം, അവനാ നിസ്കാരത്തിൽ സിറാത്ത് കാണണം, അവിടെ അവൻ ഹിസാബ് കാണണം, അവിടെ അവൻ സിറാത്തിനെ ദർശിക്കണം, അവിടെ അവൻ ലിഖായിനെ കൊടുക്കണം, അവിടെ അവൻ അല്ലാഹുവിന്റെ തിരുലിഖായിനെ കാണണം. സത്യവിശ്വാസിയുടെ മേറാജാണ്. ആ മേറാജിന് തടസ്സം വന്നിട്ടില്ല. എതിരാളി രണ്ടാമത്തെ അമ്പും പാഞ്ഞു വിടുമ്പോ രണ്ടാമത്തെ അമ്പ് വന്ന് മറ്റേ കണങ്കാലിലേക്ക് തുളച്ചു കയറി. മഹാനായ ഉബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ആശ്രമം തുളച്ചു കയറിയ മാംസത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞു കളഞ്ഞു. മഹാനവറുകൾ ഖുർആൻ ഓതുകയാ. ഖുർആൻ അങ്ങനെ തന്നെ തുടർന്നു. മഹാനായ ഉബാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം അങ്ങനെ തന്നെ തുടർന്നു പോകവേ നെഞ്ചിലേക്ക് പാഞ്ഞു വന്നു മൂന്നാമത്തെ അസ്ത്രം. ആ അസ്ത്രം തന്നെ നെഞ്ചകത്തോട് തുളച്ചു കയറിയപ്പോ അപ്പോഴും നിസ്കാരത്തിൽ നിന്ന് പിന്മാറാതെ രക്തച്ചാലുകളെ തന്നെ നെഞ്ചിലൂടെ നെഞ്ചിന്റെ കുഞ്ചകത്തിലൂടെ തടം തല്ലിയാത്തൊടുക്കുമ്പോ ഏത് വിധേന ഈ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടു താനെങ്ങാനും മറിഞ്ഞതാണ് വീണോ അല്ലാഹുവിന്റെ റസൂലിനെ ഇവരെ അപായപ്പെടുത്തുമെന്ന് ഉറപ്പായപ്പോ നേരെ തന്നെ നെഞ്ചിൽ തളച്ച അസ്ത്രവും പിടിച്ചുകൊണ്ട് നേരെ ഉറങ്ങി കിടക്കുന്ന അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്തി. അമ്മാറേ എഴുന്നേൽക്ക അമ്മാർ, എഴുന്നേൽക്ക അമ്മാർ, എഴുന്നേൽക്ക അമ്മാറേ. അമ്മാർ റളിയല്ലാഹു തആല മെല്ലെ എഴുന്നേറ്റു. ആ സമയത്ത് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഉബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു തആലനെ കാണുമ്പോ ഉബാദേ ഇതെന്ത് പറ്റിയ ഉബാദ്? എന്റെ ശരീരത്തിലേക്ക് ശത്രുക്കൾ അസ്ത്രങ്ങൾ കൊടുത്തു വിട്ടടാ. ആദ്യത്തെ അസ്ത്രം നിന്റെ ശരീരത്തിൽ പതിച്ചപ്പോ എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? നീ എന്തുകൊണ്ട് എന്നെ തട്ടി വിളത്തിയില്ല? ആ സമയത്ത് മഹാനായ ഉബാദ് റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വിട പറയാനുള്ള നല്ല നേരത്തെ പ്രതീക്ഷയുടെ കൊതിയെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാ. ഉബാദ് റളിയല്ലാഹു തആല പറഞ്ഞു ആ സമയത്ത് ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന എന്റെ ഖുർആനുമായിട്ടുള്ള എന്റെ രസച്ചരടിന് അത് മുറിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല അമ്മാ. അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടിയിട്ട് ഖുർആൻ ഓതുമ്പോ ഞാനൊരു വലിയ രസത്തിന്റെ സുഖത്തിന്റെ ഉള്ളിലാ. മഹാനായ ഉബാദ് റളിയല്ലാഹു തആല അവിടെ വീണ് ഷഹീദായി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വളാഞ്ചേരിയുടെ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഇസ്ലാമിന്റെ ഓജസ്സും തേജസ്സുമുള്ള അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോടും മരിക്കണ്ട മോളെ, മരിക്കണ്ട മോളെ. ആ മരിക്കുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടിയിട്ട് ഖുർആൻ ഓതുമ്പോ ആ ഖുർആന്റെ രസത്തിൽ ഇങ്ങനെ അലിഞ്ഞു തീരുമ്പോ ആ സമയത്തെങ്ങാനും ഇസ്രായേൽ വന്ന ആ സമയത്താണ് മരണദൂതൻ വരുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഏതാണുള്ളത്? അല്ലാഹുവേ, 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 ഞങ്ങൾക്ക് ആ മഹാഭാഗ്യം നൽകണയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസ്രായീൽ വന്ന് വിളിക്കുമെന്നുറപ്പാണ്. വിളിക്കുമെന്നുറപ്പാണെങ്കിൽ പോകുന്ന സമയത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കണ്ടേ, ഏറ്റവും നല്ല മരണമുണ്ടാകണ്ടേ. സാമ്രാജ്യത്തിന്റെ പട്ടാളക്കാര് കൈപിടിച്ച് പുറകിൽ കെട്ടിയിട്ട് വഴിമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അവന്റെ നെഞ്ചകത്തിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് കൈയടിച്ചു വിടടാ. ആ വാക്കിന്റെ മുമ്പിൽ കയ്യിലെ കെട്ടുകൾ അറുത്തു മാറ്റി കഴുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ കഴുമരത്തിന്റെ തൂക്കുകയറി തന്റെ കരുത്തിലേക്ക് മുറുകിയിട്ട് ശരീരം കഴുമരത്തിൽ കിടന്ന് തൂങ്ങിയാടുമ്പോ മരണത്തെ മുഖാമുഖം കണ്ട് അസ്രായീൽ തന്റെ റൂഹ് പിടിക്കാൻ വരുന്നെന്ന് ഉറപ്പായപ്പോ കമീസിന്റെ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ഖുർആൻ തന്റെ കൈകൾ കൊണ്ടെടുത്തു. കൈകൾ ദുർബലമായി പോകുന്ന കഴുമരത്തിന്റെ പിടുത്തം കഴുത്തിൽ മുറുകുമ്പോ ഖുർആൻ കയ്യിലെടുത്തിട്ട് ഉച്ചത്തിൽ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ.
എന്ന സൂറത്തുൽ ഹശ്റിന്റെ ആയത്ത് അവസാനമോട് ആ കടുമരത്തിന് പടയുന്ന നേരം, ശരീരത്തിൽ നിന്ന് റൂഹ് വിട പറയുന്ന നേരം ഖുർആനോട് അവസാനത്തെ വാക്ക് ഖുർആനായിരുന്നുവല്ലോ. അങ്ങനെ വിട പറഞ്ഞു പോയ, മരണത്തെ മനോഹരമാക്കിയ, സാമ്രാജ്യത്വത്തിന് അധിനിവേശത്തിനെതിരെ ആവശ്യത്തിന് ആൾപോരാട്ടം നടത്തിയ ലിബിയൻ സൈനിക ഭൂവിലെ ഗർജിക്കുന്ന സിംഹമെന്ന അപരനാമത്തിൽ അറിയപ്പെട്ട മഹാനായ ഉമർ മുഖ്താറിനെ പോലെ എന്റെ പ്രിയപ്പെട്ട മലപ്പുറത്തെ ചോരയും നീരുമുള്ള ചെറുപ്പക്കാരാ, മരണം എന്നാവണ്ട മോനെ. ആ മരണ സിനിമാ കൊട്ടയിലെ സിനിമ കണ്ടിരിക്കുമ്പോഴല്ല, കാമുകിയോടൊത്ത് ബൈക്കിൽ പ്രായുമ്പോഴല്ല, അസ്റായിൽ വരുന്നത് ഏതെങ്കിലും ഉത്സവപ്പറമ്പിൽ മുച്ചീട്ടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴല്ല, പാതിരാ സമയത്ത് കൂട്ടുകാരനോടൊത്ത് ലഹരിയുടെ പിടിയിലടക്കുമ്പോഴല്ല, മരിക്കുന്ന നേരത്ത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ, കടുമരത്തിന്റെ മുമ്പിലേക്ക് നടന്നു പോകുമ്പോ ഇസ്ലാമിന്റെ ചെറുപ്പക്കാർക്കും മരണം അങ്ങനെയാ. ആ ഒരു പരമ്പര അങ്ങനെ തന്നെയുണ്ട്. ഖുബൈബ് ബിൻ അദീനെ പോലെ, ഉമർ മുഖ്താറിനെ പോലെ, അത് കഴിഞ്ഞ് സദ്ദാമിനെ പോലെ, കാലഘട്ടം കണ്ട വീരപുത്രൻ സദ്ദാമിനെ പോലെ കടുമരത്തിലോട്ട് കൊണ്ടുപോകുമ്പോ, തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുമ്പോ, ഖുബൈബ് ബിൻ അദിയേ, നിനക്ക് ഞങ്ങൾ എല്ലാം തരാം. അലൈക നഈമുദ് ദുനിയാ, അലൈക നഈമുദ് ദുനിയാ, നീ ആവശ്യപ്പെട്ട എല്ലാ ദുനിയാവും തരാം ഖുബൈബ്. ആ സമയത്ത് കടുമരത്തിലേക്ക് കയറവേ, എനിക്കൊരു ദുനിയാവും എനിക്ക് വേണ്ട. എന്റെ ഹബീബായ നബി തങ്ങളുടെ കാലിൽ മുള്ളുകൊള്ളുന്നതിന് കിട്ടമല്ലെന്ന് പറഞ്ഞ് ദുനിയാവിനെ തള്ളിപ്പറന്നിട്ട് കടുമരത്തെ കടിച്ചിലോട്ടുണ്ട്. ഖുബൈബ് റളിയല്ലാഹു തആല കടുമരത്തിൽ കിടന്ന് ആടുമ്പോഴല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തിറക്കിയത്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇതുപോലെയുള്ള മരണം നൽകണേ അല്ലാ. ആ സമയത്താണ് മരണം നടക്കുമ്പോ അസ്റായീൽ തൊണ്ടക്കുടിയിലേക്ക് പിടിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്തിറങ്ങി. അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബികി ഇർജി ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സന്തോഷമടഞ്ഞ ആത്മാവ് സന്തോഷത്തോടെ എന്റെ അടുക്കലേക്ക് വരിക. എന്റെ അടിമകളെ എന്റെ അടുക്കലേക്ക് വരിക. ആത്മാവിനെ യാത്രയാക്കുകയാണ്. സ്വർഗത്തിന്റെ വാതിൽ ആത്മാവിന് വേണ്ടി തുറക്കുകയാണ്. ജന്നതി, സ്വർഗം നിന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നത് കണ്ടോ? അല്ലാഹുവേ, അല്ലാഹുവേ, ഏത് സമയത്തും മരിച്ചാൽ സ്വർഗം കണ്ട് മരിക്കാ. നിന്റെ ഖുർആന്റെ സ്വാന്തനം കേട്ട് മരിക്കാ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മരണമുറപ്പാണ് സഹോദരങ്ങളെ, മരണമുറപ്പാണ് സഹോദരങ്ങളെ. മരണമില്ലാത്തവരാരുമില്ല. കോടിപതികളും ലക്ഷാധിപതികളും കോടീശ്വരന്മാരും ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ദുനിയാക്ക് മുസാഫിർ മനസിൽ തെരീ ഖബർ ഹേ, ദുനിയാ में कैसर गिना लाखों करोड़ आए, बाकी रहा न कोई, मिट्टी से सब समाए. ദുനിയാവിലെ വഴിയാത്രക്കാരാ, അറിയില്ലെങ്കിൽ ചെറുപ്പക്കാരാ, മരിക്കില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ വെള്ളിയാഴ്ച കഞ്ഞിപ്പുര ജുമാ മസ്ജിദിൽ ജുമകടന്ന് ഇറങ്ങി വരുമ്പോ പള്ളിക്കാട്ടിലെ മീസാങ്കല്ലിന്റെ പുറകിൽ നിൽക്കുന്ന മൈലാഞ്ചി ചെടി ഒന്ന് നോക്കണം. ആ മൈലാഞ്ചി ചെടി നിന്നോട് ചില കഥ പറയുന്നുണ്ട്. പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചെടിക്ക് പറയാനുള്ളതെന്താ? എടാ, നെഞ്ചും വിരിച്ചിട്ട് നീ എന്റെ മുമ്പിലൂടെ നടക്കുന്നോടെ പൊട്ട. എടാ അഹങ്കാരി, എടാ അഹങ്കാരി,
എടാ അഹങ്കാരി, നീ എന്നെ മുമ്പിലൂടെ നെഞ്ചും വിരിച്ച് നടക്കുന്നോടാ. നിനക്കറിയുമോ ഈ സത്യവെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നവരോട്, ഞങ്ങളാണ് വലുതെന്ന് കരുതുന്നവരോട്, ഞങ്ങളുടെ കയ്യിലാണ് അറിവിന്റെ അക്ഷയക്കനി എന്ന് കരുതുന്നവരോട് ഒരു വാക്കേ പറയാനുള്ളൂ. പള്ളിയുടെ മീസാൻ കല്ലിന്റെ പുറകിലെ മൈലാഞ്ചി ചെടിയോട് കഥ ചോദിക്കടി പെണ്ണേ. ആ മൈലാഞ്ചി ചെടി പറയുന്നതെന്നറിയോ? എടി, നീ എന്റെ മുമ്പിലൂടെ സൗന്ദര്യത്തോടെ നടന്നു പോകുന്നുവോ? നീ എന്താണ് കരുതിയതെന്ന് നീ മരിക്കില്ലെന്നോ? എടാ, നിന്നേക്കാൾ വലിയ കൊലകമ്പന്റെ, നിന്നേക്കാൾ വലിയ രക്ഷാധിപതിയുടെ, നിന്നേക്കാൾ വലിയ കോടിപതിയുടെ തലക്കുള്ളിലെ വളം വലിച്ചെടുത്തിട്ടാണടാ ഞാനിവിടെ മുളച്ചു നിൽക്കുന്നത്. പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചെടിക്ക് പറയാൻ ഒത്തിരി കഥകളുണ്ട്. എടാ, നിന്നേക്കാൾ വലിയ കൊലകൊമ്പന്റെ തലക്കുള്ളിലെ വളം വലിച്ചെടുത്തിട്ടാണടാ ഞാനിവിടെ മുളച്ചു നിൽക്കുന്നത്. എടി, നിന്നേക്കാൾ വെളുപ്പുള്ളവളുടെ, നിന്നേക്കാൾ സൗന്ദര്യമുള്ളവളുടെ, നിന്നേക്കാൾ പൊട്ടിത്തെറിച്ച് നടന്നവളുടെ ഹൈഹീൽഡ് ചെരുപ്പിട്ട് മുടി പോകുന്നവരോട് കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചിട്ട് തലമറക്കാട് നടന്ന പെണ്ണ്, നിന്നേക്കാൾ വലിയവളുടെ തലക്കുള്ളിലെ വളം വലിച്ചെടുത്തിട്ടാണടി ഞാനിവിടെ മുളച്ചു നിൽക്കുന്നത്. നാളെ നീയും എന്റെ ചുവട്ടിൽ വന്ന് കിടക്കും. പള്ളിപ്പറമ്പിലെ തെങ്ങിലെ തേങ്ങായിക്ക് എന്തോ ഒരു വലിപ്പമാണ്. നാട്ടിലെ പറമ്പിലെ തേങ്ങക്ക് മുഴുവനും മണ്ടരി പിടിച്ച് ചെറുതായിട്ടും പള്ളിപ്പറമ്പിലെ തേങ്ങക്ക് വലിപ്പം കുറഞ്ഞിട്ടില്ല. കാരണം എത്ര വലിയവണ്ണൻ നെയ്യാണ് തെങ്ങ് വലിച്ചെടുത്തിട്ട് എത്ര വലിയ കോടീശ്വരനാണ് കിടന്നത്. കോടീശ്വരന് വിടെ ഐനൽ ജബാബുൽ മുലൂക്ക് ഐനൽ ജബാബിറ, എവിടെ സ്വേച്ഛാധിപതികൾ എവിടെ? അയിന കാറൂൻ എവിടെ? അയിന ശദ്ദാർ എവിടെ? എല്ലാം പഠിച്ച ശദ്ദാർ എവിടെ? നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്താൽ സ്വർഗം തരുമെന്നല്ലേ സാലിഹ് പറഞ്ഞത്? നിങ്ങൾ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ ദുനിയാവിൽ വെച്ച് നിനക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പറഞ്ഞ ശദ്ദാർ എവിടെ? മരിച്ചു കഴിഞ്ഞാലല്ലേ സാലിഹ് നബിയുടെ സ്വർഗം കിട്ടൂ. നിങ്ങൾ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്താൽ മരണത്തിന് മുമ്പേ ദുനിയാവിൽ വെച്ച് സ്വർഗം തരാമെന്ന് പറഞ്ഞ ശദ്ദാരവിടെ? കുതിരപ്പുറത്തു സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ, സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണു വാരിയെറിഞ്ഞതത്ഭുതമല്ലേ, ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്ത അത്ഭുതമല്ലേ. ഗൾഫിൽ നിൽക്കുന്ന മകന്റെ വിവരമറിയാൻ രാത്രിയിൽ ബേജാറോടെ വിളിക്കുന്ന ഉമ്മ, ഡയലെന്ന് ചെയ്താലും മറുപലക്കലം മണിനാദം അവസാനിക്കുമ്പോ പൊന്നുമോനോട് വിശേഷം തോന്നിക്കുന്ന ഉമ്മ, ഗൾഫിൽ നിന്ന് ഡയൽ കറക്കിയിട്ട് വീട്ടിൽ കിടക്കുന്ന ഭാര്യയോട് എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കുന്ന മോനെ, അവര് മരിച്ചിട്ട് മണ്ണറക്കുള്ളിൽ പോയാൽ ആ മണ്ണിന്റെ മുകളിൽ നീ ചവിട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ ഫോൺ ചെയ്തിട്ട് മണ്ണിന്റെ അടിയിൽ കിടന്നവനോട് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, മുൻകർ വന്നുവോ, നക്കീറ് വന്നുവോ, ചോദ്യം ചോദിച്ചുവോ, മോളെ നീ അതിന് കൃത്യമായി മറുപടി പറഞ്ഞുവോ? ജീവിതത്തിന്റെ ഇണക്കങ്ങളുടെയും പിണക്കങ്ങളുടെയും സുഖരസത്തിന്റെ ജീവിതത്തിന്റെ നൂലിടകളിലൂടെ, പരസ്പര സ്നേഹമെന്ന ബന്ധത്തിന്റെ നൂലിടകളിലൂടെ ചേർത്ത് വെച്ച രസതന്ത്രത്തിന്റെ ജീവിതം നടന്നു പോകുമ്പോ ജീവിതം മുഴുവനും എന്നോട് കലഹിച്ചവളെ, എന്നോട് വർത്താനം പറഞ്ഞിട്ട് എന്നെ അടക്കി നിർത്തിയവളെ, നിന്റെ മുമ്പിൽ വാദിച്ച് ജയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോടി, നിന്നെ നാവിന്റെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടല്ലോടി. ഭർത്താവ് പറയുന്നത് നിങ്ങളോട് വാദിക്കാൻ ഞാനില്ല. വാദപ്രതിവാദത്തിന്റെ പരാജയങ്ങൾ സമ്മതിക്കുമ്പോ നിങ്ങൾ മരിച്ചു പോയിട്ട് പെണ്ണിനോടൊന്ന് ചോദിക്കാൻ പറ്റിയോ പെങ്ങള്, എന്നോട് കാണിച്ച വാത്സാമത്വം നിനക്ക് മുൻകറിന് കീറിനോട് കാണിക്കാൻ കഴിഞ്ഞുവോ? എന്നോട് കാണിച്ച ജയപരാജയത്തിന്റെ മാതഗതികൾ എന്ന ചോദ്യം വന്നപ്പോ നിനക്കത് പറയാൻ കഴിഞ്ഞു ഓടി പൊന്നുമോളെ? ഇല്ല 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 ഇല്ല, ഒരാൾക്കും കഴിയാത്തൊരു ലോകത്തിലേക്കാണ് കടന്നു പോകുന്നത്. അള്ളാഹു നമ്മുടെ ഖബർ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരട്ടെ.
ആവശ്യമുള്ളവരൊക്കെ ആമീൻ പറയുന്നു. ഖബറിൽ ഞാൻ ജയിക്കുന്നവനാണെന്നുള്ള വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ചുണ്ടുകൾ കൂട്ടിപ്പിടിക്കട്ടെ, നിന്റെ ശബ്ദം വെളിയിലോട്ട് വരാതിരിക്കട്ടെ. ലോകത്തിലെ ഫിർഔനിന്റെ അഹങ്കാരം പോലെ ആരോടും ഞാൻ അർത്ഥിക്കില്ലെന്നുള്ള അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ മരണം നീ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ ഖബർ നീ നന്നാക്കണേ അല്ലാ. ഞാൻ പറയുന്നത് ആസ്ട്രോണമി അല്ല, ഞാൻ പറയുന്നത് ജോഗ്രഫി അല്ല, ഞാൻ പറയുന്നത് ബയോളജി അല്ല. നാളെ മണ്ണിന്റെ അടിയിലേക്ക് പോയാൽ അവനവനെ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. നാളെ മരിച്ചാൽ നമ്മൾ സമ്പാദിച്ചതൊക്കെ മണ്ണിന്റെ മുകളില്, നമ്മൾ മണ്ണിന്റെ അടിയില്. ആ സമയത്ത് ആദമിന്റെ മക്കൾ മരിച്ചു പോയാൽ 3 കാര്യങ്ങളെ അവന്റെ ഖബറിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. 3 കാര്യങ്ങൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്ന്, വലദുന് സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന അവന്റെ പൊന്നുമക്കൾ. അതോടൊപ്പം സദഖത്തുന് ജാരിയ, നമ്മൾ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന നമ്മുടെ നാണയത്തുട്ടുകൾ. അറിഞ്ഞോ അറിയാതെയോ, വഅദ് കേട്ടോ കേൾക്കാതെയോ, നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ചെറുതും വലുതുമായ സദഖകൾ, അതിന്റെ പ്രതിഫലം അറിയുന്നത് ഈ ദുനിയാവിൽ വെച്ചല്ല, അത് അല്ലാഹുവിന്റെ അടുക്കലേക്ക് നടന്നു പോകുമ്പോഴാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. നാളെ ഖബറിൽ ചെല്ലുമ്പോ ചോദ്യമാണ്, മൻ റബ്ബുക വമൻ ദീൻ വമാ ദീനുക. ആ സമയത്താണ് മുൻകരൻ നക്കീറും ചോദിക്കുന്നത്, അതൈരിഫു ഹാദ റജുല, ഈ മനുഷ്യനെ നീ അറിയുമോ എന്ന് ചോദിക്കുമ്പോ അതാ റസൂലുള്ളാഹ്, അതെന്റെ ഹബീബായ മുത്താണെന്ന് അനുരാഗത്തിന്റെ ആന്തോളനത്തിന്റെ പരിപ്രേക്ഷ്യം പറയണമെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലണ്ടേ. ആ സ്വലാത്തുകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഇന്ന് നമുക്ക് പരിചിതമായ മക്കയിൽ നിന്ന് ആ മക്ക പ്രവിശ്യയിലെ സമ്പന്നനും കുലീനുമായ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ള എന്ന സുമകനായ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്ന ആമിന എന്ന സുന്ദരിയായ പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ ഉദയം ചെയ്ത ആമിന എന്ന പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ ഹൃദയം മൺകുട്ടിയുടെ ഗർഭാശയത്തിൽ ഉദയം ചെയ്ത നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ മക്കയിൽ നിന്ന് തായിഫിലോട്ട് പോകുന്ന വഴിയിൽ 80 കിലോമീറ്ററുകള് ഹലീമത്തു സഅദിയയുടെ വീട്ടിന്റെ ഉള്ളിലെ തൊട്ടിലിൽ കിടക്കുമ്പോ ശൈമാ എന്ന 6 വയസ്സുള്ള ഹലീമ ബീവിയുടെ മകൾ ഹബീബായ നബി തങ്ങളെ തൊട്ടിലിട്ട് താരാട്ട് പാടിയതെങ്ങനെയാ? ഇന്ന് ചരിത്രത്തിൽ ആ താരാട്ട് കിടക്കുന്നുണ്ട്, ഇന്നും ആ താരാട്ട് കിടക്കുന്നുണ്ട്. യാ റബ്ബനാ യാ റബ്ബനാ അബ്കി അഖി മുഹമ്മദാ ഹത്താ റആഹു നാഫിഅൻ വഅർമദാ. യാ റബ്ബനാ അബ്കി അഖി മുഹമ്മദാ ഹത്താ റആഹു നാഫിഅൻ വഅർമദാ. വഹദാ ഖുല്ലി ലം തലിദ് ഉമ്മീ. താരാട്ട് കേട്ട് മക്കയുടെ ശീതളച്ചായിൽ കിടന്നുറങ്ങിയ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തിന്റെ നറുമണം നമുക്ക് നൽകിയ, മദീനയുടെ നറുമണം മലയാള മണ്ണിലേക്ക് നൽകിയ നമ്മുടെ ആത്മീയ നേതൃത്വം പാണക്കാട് സയ്യിദ് കുടുംബം, അല്ലാഹുവേ നീ അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. മഹാനായ സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത് മരിക്കും എന്നത് ഉറപ്പാണ്. അപ്പൊ പിന്നെ അസ്രായിൽ വന്ന് വിളിക്കുമ്പോ പോകാൻ തയ്യാറായി നിൽക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. അങ്ങനെ സുന്ദരമായി മരണം നിർവഹിച്ച മഹാന്മാരെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. നമുക്കും അതുപോലെ മരിക്കണം. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അപ്പോ അതേപോലെ നമുക്കും പോകണം. മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്
ആ മരണത്തിന് വേണ്ടി തയ്യാറാവലാണ്. മരണത്തിന് വേണ്ടി തയ്യാറാവലാണ്. അപ്പൊ മരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരാൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ എങ്ങനെയാ തയ്യാറെടുക്കുക? ഏതായാലും നമ്മൾ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പില്ലേ? ഇല്ലേ? നമുക്ക് രണ്ട് കാര്യമാണ് പ്രശ്നം. നമ്മളെല്ലാവരും, നമുക്ക് രണ്ട് ഉറപ്പുണ്ട്, അതാണ് പ്രശ്നം. നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് ഞാൻ മരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു ഉറപ്പും കൂടെ ഉണ്ട്, ഉടനെ ഒന്നും ഞാൻ മരിക്കില്ല. ഇങ്ങനെ രണ്ടുറപ്പ് വരുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. മരിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങോട്ട് നോക്കി. മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം. മരിക്കുമെന്ന് ഉറപ്പുള്ള ആൾ എപ്പോ മരിച്ചാലും, ഇപ്പൊ ഇവിടെ ഇരുന്ന് മരിച്ചാൽ ആ മരണം നല്ല മരണമാണ്. അല്ലാഹുവിനാക്കി തരട്ടെ. സദസ്സിരുന്ന് മരിച്ചിട്ടുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു തെമ്മാടി മുമ്പിൽ കടന്നുപോയി. അയാള് ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല. വഅദ് കേട്ടിട്ട് അയാൾ മെല്ലെ ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വളരെ മൃദുവായിരുന്നു. നമ്മളെ പോലെ ഒന്നുമല്ല നമ്മൾ ഈ ഒച്ചപ്പാടും ബഹളവും. എന്നാൽ ഇതൊന്ന് ഒരല്പം ഈ ഒച്ചപ്പാട് കുറയ്ക്കാന്ന് വിളിച്ച ആളുകൾ പറയും, പണ്ടത്തെ പോലെ ഒന്നും പറ്റുമല്ല ഇപ്പൊ അയാളെ കൊണ്ട്. എല്ലാവരും എന്നോട് ഒരു ഉസ്താദ് ഇത്തിരി സൗണ്ട് കുറയ്ക്കി. ഒരു ദിവസം ഞാൻ കുറച്ച് മെല്ലെ ഇങ്ങോട്ട് വന്നു. അവരുടെ സമദാനി സാഹിബ് പറയും പോലെ, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, ആമീൻ പറയും. നിങ്ങൾ ഒരാളുടെ കുറ്റങ്ങളൊന്നും നോക്കണ്ട. അദ്ദേഹം ഒരു നല്ല പ്രഭാഷകനായിരുന്നു. മദീനയുടെ നറുമണം ഒരു സലാത്തിലൂടെ നമുക്ക് അദ്ദേഹം പകർന്നു തന്നിരുന്നു. ഞാൻ അതാണ് അദ്ദേഹത്തിന്. ഇപ്പൊ MLA ആണോ, ഫണ്ട് വിനിയോഗിച്ചോ, അതോ, ഇതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് പറയാനുള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ പറയും. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ ദർസിലോതുന്ന കാലം എപ്പോഴും എൻ്റെ ചെവിയിൽ ഒരു പണ്ടൊരു വാക്കുമാനാണ്. എന്നും എൻ്റെ ചെവിട്ടിലെ പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രസംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം എൻ്റെ ഭാഷയെ സ്വാധീനിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുമാർ. കടലെ, നിന്നെ കാണാൻ എത്ര സുന്ദരമാണ്, നീല നിറമാണ് നിനക്ക്. ഈ തിരമാലകളുടെ ഒച്ചപ്പാടും ബഹളവും ഇല്ലായിരുന്നെങ്കിൽ കടലെ നീ എത്ര സുന്ദരമായിരുന്നു എന്ന് ചോദിച്ചു മനുഷ്യൻ കടലിനോട്. അതേ മനുഷ്യൻ റോസാപ്പൂവ് കണ്ടപ്പോ റോസാപ്പൂവിനോട് ചോദിച്ചു, റോസാപ്പൂവേ നീ കാണാൻ എത്ര സുന്ദരമാണ്, നിനക്കെത്ര സൗരഭ്യമുണ്ട് റോസപ്പൂവേ, നിന്റെ തണ്ടിലെ മുള്ളില്ലായിരുന്നെങ്കിൽ നീ എത്രത്തോളം സുന്ദരമായിരുന്നു. അപ്പോ കടലും റോസാപ്പൂവും കൂടി മനുഷ്യനോട് പറഞ്ഞു, അത്ര മനുഷ്യ നീ എത്ര നല്ലവനായിരുന്നു, എല്ലാവരുടെ ഉള്ളിലും കുറ്റം കണ്ടുപിടിക്കുന്ന നിന്റെ ഈ സ്വഭാവമില്ലായിരുന്നെങ്കിൽ മനുഷ്യ നീയും എത്ര നല്ലവനായിരുന്നു എന്ന് റോസാപ്പൂവും കടലും മനുഷ്യനോട് ചോദിച്ചു എന്നൊരു കഥയുണ്ട്. നമ്മൾ എല്ലാവരുടെയും കുറ്റം കണ്ടുപിടിക്കുന്ന ഈ ടെലസ്കോപ്പ് ആയിട്ട് നടക്കുമ്പോ അവനവന്റെ നെഞ്ചിലേക്കൊന്ന് വിരൽ ചൂണ്ടിട്ട്, നീ ആരാണടാ, നീ പറയാൻ പോണ കാര്യം. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല റോഡിലൂടെ നടന്നു പോയപ്പോ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയാൽ നന്നായിട്ട് മരിക്കാൻ പറ്റും. എങ്ങനെ പറ്റും? പെണ്ണുങ്ങളെ പ്രത്യേകിച്ച് നിങ്ങൾ ഇത് പകർത്തണം. ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ചൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മളിവിടെ ഒരു കാര്യം പറയാണ്, നിന്റെ കൂടെ കെട്ടിപ്പിടിച്ചടക്കണം അവനുണ്ടല്ലോ, അവൻ ആളത്ര ശരിയല്ല, ഒരു കാര്യം പറയണം എനിക്ക്. പറയടാ. അല്ല ഇപ്പൊ സമയമില്ല, പിന്നെ പറയാം. ഒരുമാതിരി കുരുത്തം കിട്ട സ്വഭാവമാണ്. നമ്മളിവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, എന്നാ പറ. ഇപ്പൊ സമയമില്ല, പിന്നെ പറയാം. അവനെ ജിജ്ഞാസയിൽ നിർത്തുക. അവന്റെ പുറകെ നടന്നിട്ട് പറയും, ഞാൻ പറയാം, പക്ഷെ എനിക്ക് അത്യാവശ്യം ഒരു കോള് വിളിക്കണം. എടുത്തിട്ട് പറയും, ബാലൻസ് ഇല്ലടേ, ഞാൻ ചെയ്തു തരാം. ഒരു ബാലൻസ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ഇത് പറയും. ഹസൻ ബസ്രി റളിയല്ലാഹു തആല ചോദിച്ചു, നീ അത് പറയുന്നതിന് മുമ്പ് നിന്നോട് കുറച്ച് കാര്യം ഞാൻ ചോദിക്കട്ടെ. എന്താണ്? നീ എന്റെ സുഹൃത്തിനെ കുറിച്ച് എന്നോട് പറയാൻ പോകുന്ന കാര്യം അത് നന്മയാണോ തിന്മയാണോ? അയാൾ പറഞ്ഞു തിന്മയാണ്. 2, നീ ആ പറയാൻ പോകുന്ന കാര്യം ഞാൻ കേൾക്കുന്നത് കൊണ്ട് എനിക്കെന്തെങ്കിലും പ്രയോജനമുണ്ട്? അയാൾ പറഞ്ഞു ഒരു പ്രയോജനവും ഇല്ല. 3, നീ ആ പറയാൻ പോകുന്ന കാര്യം എന്റെ സുഹൃത്തിനെ കുറിച്ച് നീ എന്നോട് പറയുന്ന ആ കാര്യം നിനക്കുണ്ടോ ഇല്ലയോ? അയാൾ പറഞ്ഞു അതേ കുറ്റം എനിക്കും ഉണ്ട്. എങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്നോടത് പറയുന്നത്? അതുകൊണ്ട് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു മഹാനായ ഹസൻ ബസരി. മഹാന്മാരുടെ ഈ ചിന്തയൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്നേ സ്വർഗത്തിൽ പോയാൽ. ഒരാൾ വന്ന് പറയുമ്പോ ചെവിയും കൊടുത്തിട്ട് പറയടി എന്തൊക്കെ, ഉച്ചയ്ക്ക് അവളുടെ വീട്ടിലെ ഒരുത്തം വന്നത് കണ്ട,
പിന്നെ ചെവി ഇങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഇത് ഉള്ളതാണോ, ഇത് നിന്റെ ജീവിതത്തിൽ നിന്നും ഇല്ലാത്തതാണോ? ഫലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു മനസാക്ഷിയുടെ കോടതി നമുക്കുണ്ടാവും. ഞാൻ അതിലേക്കാണ് ഇൻഷാ അല്ലാഹ് വരുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് മരണം നന്നാവണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു 5 കാര്യം ചെയ്യണം. അപ്പൊ നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കും. ഇത് മരണത്തിനുള്ള മുന്നൊരുക്കമാണ്. എത്ര കാര്യം ചെയ്യണം? എത്ര കാര്യം? 5 കാര്യം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. ആ 5 കാര്യം മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, മാന്യമായിട്ട് പുഞ്ചിരിയോടെ മരിക്കണമെങ്കിൽ, മരിച്ചു എന്നറിഞ്ഞിട്ട് ആളുകൾ വന്ന് മുഖത്ത് മറച്ചിട്ട് തുണിയെടുത്ത് നോക്കുമ്പോൾ ഇവൻ മരിച്ചു കിടക്കൂല, ചിരിച്ചുകൊണ്ട് കിടക്കാൻ ആളുകൾ നിന്നെ കുറിച്ച് പറയണമെങ്കിൽ മരണത്തിന് മുമ്പ് 5 കാര്യങ്ങൾ നീ ചെയ്തിരിക്കണം. ഇൻഷാ അല്ലാഹ് 5 കാര്യം ഞാൻ പറയാൻ. ഏതായാലും ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ മഹാരഥന്മാരും മുൻഗാമികളും തങ്ങളുടെ ജീവിതത്തിന്റെ ദൗത്യം പൂർത്തിയാക്കി പടച്ചതമ്പുരാന്റെ സമക്ഷത്തിലേക്ക് സന്തോഷത്തോടുകൂടി തിരിച്ചുപോയതുപോലെ നമ്മളെല്ലാവരും നാളെ ഒരു തിരിച്ചു പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുക. അള്ളാഹു നമുക്ക് തയ്യാറെടുക്കാൻ തൗഫീക്ക് നൽകട്ടെ. മരണം വന്നെത്തുന്നതിന് മുമ്പേ ഒരാളെ സംബന്ധിച്ചോളം ആണാകട്ടെ പെണ്ണാകട്ടെ 5 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. 1 എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് നമ്മൾ തയ്യാറായിരിക്കണം. അപ്പൊ ഇതെപ്പോ ചെയ്യേണ്ട കാര്യമാണ്? അപ്പൊ ഞാനീ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ എപ്പോ ചെയ്യേണ്ട കാര്യങ്ങളാണ്? മരണത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോ മരണം എന്നത് വരാം. വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അസ്റായിലിന്റെ അത്രയും കൃത്യതയുള്ള ഒരാൾ മറ്റാരുമില്ല. നമ്മൾ 8 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ 8:30 തുടങ്ങും. പക്ഷേ ലോകത്ത് ഏറ്റവും കടികാര നിർബന്ധിതയോടെ കടന്നു വരുന്ന ഒരാൾ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖദിമൂൻ. 1 മിനിറ്റ് പോലും മുന്തലുമില്ല പിന്തലുമില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണത്തിന് മുമ്പ് ഒരുങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം നമ്മുടെ ഹൃദയത്തിന് വിശാലത ഉണ്ടാവണം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ഒന്നാമത് ചെയ്യേണ്ടതാണ് ഹൃദയത്തിന് വിശാലത ഉണ്ടാവും. റബ്ബി ശ്റഹ് ലി സദ്രി, മൂസാ നബിയുടെ ദുആ അല്ലാഹു ഹൃദയം വിശാലമാക്കണമെന്നാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കിയില്ലേ എന്നാണ്. അല്ലാഹു ചോദിച്ചത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി നിന്റെ ഹൃദയത്തെ അല്ലാഹു വിശാലമാക്കി തന്നില്ലേ എന്നാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളുടെ മുമ്പിൽ ഒരു ആയത്ത് ഓതി കൊടുത്തു. എന്താ ആയത്ത് എന്നറിയോ? അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അല്ലാഹുവിന്റെ റസൂൽ ദിവസം സഹാബത്ത് മുഴുവൻ തന്റെ മുമ്പിൽ ഇരിക്കുമ്പോ മഹാനായ അംർ ഇബ്നു മുർറ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ആയത്തോട് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ആരുടെങ്കിലും ഹൃദയത്തെ അല്ലാഹു ഇസ്ലാമിന് വേണ്ടി വിശാലമാക്കിയാൽ, ആരുടെ ഹൃദയത്തെയാണോ അല്ലാഹു പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി വിശാലമാക്കിയത്, ആരുടെ ഹൃദയത്തിനാണോ വിശാലത ഉണ്ടാകുന്നത്, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ അല്ലാഹുവിന്റെ പ്രകാശം അവന്റെ ഹൃദയത്തിൽ നിറച്ചവനാ. വളരെ പ്രതീക്ഷയോടെ ശ്രദ്ധയോടെ ആയത്ത് കേൾക്കുക. ആർക്കാണ് അല്ലാഹു ഹൃദയത്തിന് വിശാലത നൽകിയത്? ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അല്ലാഹുവിന്റെ നൂർ അവരുടെ ഹൃദയത്തിൽ കിട്ടിയവരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നൂർ അല്ലാഹു നമ്മുടെ ഹൃദയത്തിന് തരട്ടെ. ഈ ആയത്തങ്ങൾ അവതരിപ്പിച്ചപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുത്തപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഹൽ ലിദാലിക മിൻ അലാമാത്തിൻ യുറഫു ബിഹാ, فهل ذلك من علامات يعرف بها.
നബിയെ അള്ളാഹുവിന്റെ നൂറ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങി എന്നറിയാൻ എന്തെങ്കിലും അടയാളമുണ്ട് നബിയെ? ഏതെങ്കിലും അടയാളം നിങ്ങൾക്ക് പറഞ്ഞു തരുമോ തിരുദൂതരെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ നൂറ് നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങിയതിന്റെ അടയാളമായി പറഞ്ഞതെന്നറിയോ? ഞാനിത് പറയുമ്പോ ഈ അടയാളം പറയുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ആ നൂറ് കിട്ടിയോ എന്ന് നമ്മൾ ചിന്തിക്കണം. അള്ളാഹു പറഞ്ഞാന്റെ റസൂൽ പറയാ, ആദ്യ ഹൃദയത്തിനാണോ പ്രകാശം കിട്ടിയത് അവന് 3 അടയാളങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ടാകും. ഒന്നാമത്തെ അടയാളം തജാഫി അനദാരിൽ ഏത് സമയത്തും ചതിക്കപ്പെടുന്ന വഞ്ചിക്കപ്പെടുന്ന ദുനിയാവിനോട് അവൻ ഇഷ്ടമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ഏത് സമയത്തും പരലോകത്തിലേക്ക് പോകണമെന്ന ആഗ്രഹം അവന്റെ ഹൃദയത്തിലുണ്ടാവും. ദുനിയാവിനോട് സ്നേഹമില്ല. അല്ലാഹുവേ ദുനിയാവിന് നീ ഇതുവരെ തന്നതൊക്കെ മതി. അള്ളാന്റെ ആഖിറത്തിലേക്ക് മടങ്ങാനുള്ള തിടുക്കമാണവന് എന്ന് മാത്രമല്ല, മൂന്നാമത്തെ അടയാളം മരിക്കുന്നതിന് മുമ്പേ ജീവിതത്തിലും മരണശേഷമുള്ള ജീവിതത്തിനു വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കാനുള്ള വ്യഗ്രതയാണവന്. അവന്റെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവേ ഞാൻ മരിക്കുമല്ലോ, നാളെ മരിച്ചിട്ട് ഞാൻ ആറടി മണ്ണിലേക്ക് പോകുമ്പോ എനിക്ക് എന്റേതായി എന്തെങ്കിലും ഉണ്ടാണമല്ലോ അല്ലാ എന്ന ചിന്ത അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഓ മനുഷ്യരെ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് സമ്പാദിച്ചതെന്ന് ഇപ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തയുണ്ടാവണേ. ഞാനെന്ന് ചോദിക്കട്ടെ, ഇരിക്കുന്ന സമയത്തെങ്ങാനും അസ്രായീൽ വന്ന് നമ്മുടെ റൂഹ് വന്ന് നമ്മൾ മരിച്ചുപോയാൽ ആഖിറത്തിലേക്കെന്ന് പറഞ്ഞ് നമുക്കെന്താ ബാക്കിയുള്ളത്? ഏതാ നമ്മുടെ ജീവിതത്തിലുള്ളത്? അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവേ നമുക്ക് നിശ്ചയിച്ച മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങണേ. അങ്ങനെ ഒരുങ്ങാൻ ഒരാൾ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത്, ആദ്യമായിട്ടവൻ മരണത്തിന് തയ്യാറെടുക്കുമ്പോ ആദ്യമായിട്ടവൻ ചെയ്യേണ്ടത്, ഒരാളും മരിക്കാൻ വേണ്ടി തയ്യാറെടുത്താൽ ആദ്യം ചെയ്യേണ്ട കാര്യം 5 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം അത്തജന്നുബു അനി ദുനിയാ. അവൻ ദുനിയാവിന്റെ ചിന്തയിൽ നിന്ന് മാറി നിൽക്കുക. എന്തിനു മാറി നിൽക്കുക? എന്തിനു മാറി നിൽക്കുക? പറമനുഷ്യന്മാരെ, ദുനിയാവിന്റെ ചിന്തയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിനൊക്കെ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്, ഇനി ഇത് മതി. അത്യാവശ്യത്തിനുള്ളതൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. കിടന്നുറങ്ങാൻ ഒരു വീട്, സഞ്ചരിക്കാൻ ഒരു വാഹനം, ഭാര്യ, മക്കൾ, അന്നന്ന് മറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാനുള്ള ഹലാലായ ഭക്ഷണം. നാളെ ഞാൻ മരിച്ചാൽ എന്റെ മക്കള് ദരിദ്രരാവാതെ അത്യാവശ്യത്തിനുള്ള സ്വത്തും അള്ളാഹു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് ചെയ്യണം? അത് കഴിഞ്ഞാൽ പിന്നെ ആഖിറത്തിന് കൊടുക്കണം. എത്രയെന്നും പറഞ്ഞാൽ നമ്മളിങ്ങനെ കൂട്ടിവെക്കുക. പതിറ്റാണ്ടുകളോളം സൗദി അറേബ്യ എന്ന സ്വർണ്ണക്കനിയുടെ രാജ്യം ഭരിച്ച ഫഹദ് ബിൻ അബ്ദുൽ അസീസ് മരിച്ചപ്പോൾ 6 അടിയെ കിട്ടിയിട്ടുള്ളൂ. എന്നാ ഫഹദ് രാജാവിന് വേണ്ടി 12 അടി കൊടുത്തോ? സൗദി അറേബ്യയിൽ സ്ഥലമില്ലാഞ്ഞിട്ട് ആണോ? ഫഹദ് ബിൻ അബ്ദുൽ അസീസ് രാജാവിനും കൊടുത്തത് 6 അടിയാണ്. അപ്പൊ എത്ര സമ്പാദിച്ചാലും ഒരാൾക്ക് മാക്സിമം കൊണ്ടുപോകാൻ കഴിയുന്നത് 6 അടി മണ്ണ് മാത്രമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, തജന്നബു അനി ദുനിയാ. തങ്ങളെ ദുനിയാവിനോടുള്ള മോഹത്തെ ആദ്യം കുറക്കുക. അല്ലാഹുവേ, ആവശ്യത്തിന് നീ എനിക്ക് തന്നിട്ടുണ്ട് അല്ലാ. എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ജീവിക്കാനുള്ള അത്യാവശ്യത്തിന് വിഭവ സമൃദ്ധമായത് നീ എനിക്ക് നൽകിയിട്ടുണ്ട്.
നാസൽ ഹൈവേയിൽ ഏത് ഗൾഫുകാരൻ വെച്ച വീടിനേക്കാൾ വലിയ വീട് എനിക്ക് വെക്കണമെന്ന് തീരുമാനിച്ച നിന്റെ ആവശ്യങ്ങൾ അവസാനിക്കുകയില്ല. 1.5 കോടിയുടെ വീട് വെക്കലല്ല, അത്യാവശ്യത്തിന് നിന്റെ ആവശ്യത്തിനനുസരിച്ച് താമസിക്കാൻ കഴിയുന്ന ഒരു വീടും ഒരു വാഹനവും നിനക്ക് കിട്ടിയാൽ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാനുള്ള നിനക്ക് അവസരം തന്നാൽ പിന്നെ ബാക്കി നീ എന്ത് ചെയ്യണമെന്നറിയോ? ഇനി ദുനിയാവിന് വേണ്ടി നീ ജീവിക്കരുത്. ഈ ദുനിയാവ് നശ്വരമാണ്, ഇത് നാളെ നശിച്ചു പോകുന്നതാണ്. ഇന്നമ ദുനിയാക ബൈത്തുന് അനസദതുഹുൽ അനകബൂ. ഈ ദുനിയാവ് ചെലന്തി വല പോലെയാ, ഒന്ന് തൊട്ടാൽ പൊട്ടിപ്പോകുന്ന ദുർബലമായ ചെലന്തി വല പോലെ, ഒന്ന് തൊട്ടാൽ പൊട്ടിപ്പോകുന്ന ചെലന്തി വലയാ. പക്ഷേ ആഖിറമോ വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ആഖിറമല്ലേ ഏറ്റവും വലുത്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ ഈത്തപ്പഴവുമായി അങ്ങാടിയിലേക്ക് പോവുകയാ. ആളുകൾ വന്ന് ചുറ്റും കൂടിയിട്ട് ചോദിച്ചു, ഉസ്മാൻ ഈ ഈത്തപ്പഴത്തിന്റെ വില എത്രയാ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു 300 ദിർഹമാ. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ ഇതിന് നിങ്ങൾക്ക് ഞാൻ 200 ദിർഹം തരാം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് കൊടുക്കുന്നില്ല, ഇതിനേക്കാൾ വില വേറൊരാൾ ഇതിന് പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞു ഞാൻ 300 തരാം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ഇല്ല ഇല്ല, ഇത് ഞാൻ കൊടുക്കുന്നില്ല, ഇതിനേക്കാൾ വില വേറൊരു കച്ചവടക്കാരൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവരാണല്ലോ, സ്ഥലത്തിന് സെന്റിന് 50 റുപ്യ തരാം. ഇല്ല, 60 വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, തരൂല്ല. അങ്ങനെയല്ലേ നമ്മുടെ കച്ചവടം? അങ്ങനെയല്ലേ? നിങ്ങളിതൊന്നും അറിയാത്ത വലിയ ആഖിറത്തിന്റെ ആളുകൾ അങ്ങനെയല്ലേ കച്ചവടം ചെയ്യണത്? 60 റുപ്യ ഇല്ല ഇല്ല, 70 രൂപ ഇതിലൊരു പാർട്ടി പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് 60 കൊടുക്കുന്ന കച്ചവടം നമുക്കില്ല. മോനെ, കച്ചവടമേറാ പണ്ടാരോ പറഞ്ഞതുപോലെ ഇക്കളിയൊന്ന കളിയല്ല, ഇതൊന്നുമല്ലല്ലോ കച്ചവടമേറാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇല്ല ഇല്ല, ഇതിനേക്കാൾ വേറൊരാൾ ഈ സാധനത്തിന് പറഞ്ഞിട്ടുണ്ട്, തരികയില്ല. ഇതാണ് മരണത്തിന് വേണ്ടി ഞാൻ പറയുന്നത്, ദുനിയാവിനെ ഇഷ്ടപ്പെടാൻ പാടില്ല. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ പറഞ്ഞു ഇതിന് ഞങ്ങൾ 400 ദിർഹം തരാം. അപ്പോഴും പറഞ്ഞു ഇല്ല ഇല്ല. അവസാനം വില എത്രയെത്തി പറഞ്ഞിട്ടും കൊടുക്കാതിരുന്നപ്പോ കച്ചവടക്കാർ ചോദിച്ചു, എത്ര ഉസ്മാൻ? 200 ദിർഹം വിലയുള്ള സാധനത്തിന് അതിന്റെ ഇരട്ടിയില് 400 ദിർഹം നിങ്ങൾ വില പറഞ്ഞിട്ടും തരാത്തരണ്ടാ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത്രേ ഈ എന്റെ 200 ദീനാർ വിലയുള്ള സാധനത്തിന് 10 ഇരട്ടിയല്ലേ 2 ഇരട്ടിയല്ലേ നിങ്ങൾ വില പറഞ്ഞുള്ളൂ, ഇതിന് 100 ഇരട്ടി വില നിങ്ങൾ പറഞ്ഞതിനേക്കാൾ 20,000 ദിർഹം 100 ഇരട്ടി വില വേറൊരു കച്ചവടക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട അങ്ങാടിയിൽ വന്ന മക്കാര് പൊട്ടിച്ചിരിച്ചത്രേ. 200 ദിർഹം മാർക്കറ്റിൽ വിലയുള്ള സാധനത്തിന് 20,000 ദിർഹം വില പറഞ്ഞ മണ്ടനായ കച്ചവടക്കാരനാരാ? ഇത്രയും വലിയ മണ്ടനായ കച്ചവടക്കാരനാരാ? അതാ ദുനിയാവിന്റെ രസബന്ധത്തിൽ കണക്ക് കൂട്ടുന്നവർക്ക് ഈ കച്ചവടം മനസ്സിലാവില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇതിന് 200 ദിർഹത്തിന് 20,000 വില പറഞ്ഞതാരെന്നറിയോ? ആ 200 ദിർഹം വിലയുള്ള ഈത്തപ്പഴം എടുത്തുകൊണ്ടുപോയി ഹബീബായ നബി തങ്ങളുടെ മസ്ജിദ് നബവിയിൽ കൊണ്ടുപോയി പാവങ്ങൾക്ക് ദാനം ചെയ്തിട്ട് അവരാ ഈത്തപ്പഴം തിന്നുന്നത് കണ്ടപ്പോ ആളുകൾ ചോദിച്ചു, ഉസ്മാനെ ഇതെന്താണ് കാണുന്നത്? അതെ, ഇതിന് 100 ഇരട്ടി വില പറഞ്ഞാൽ പറഞ്ഞത് പോലെയാണ് ഞാനിത് ചെയ്തത്. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു തആല ആയത്തോടിയത്രേ, മസലുൽ ലദീന യൂഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് 7 സനാബില ഫീ കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ വല്ലാഹു യുളായിഫു ലിമൻ യശാ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാളെ സദഖ ചെയ്താൽ കമസലി ഹബ്ബത്തിൻ ഒരു ധാന്യമണി സദഖ ചെയ്താൽ 100 ഹബ്ബ 100 ധാന്യമണി സദഖ ചെയ്തതുപോലെയാ. ഈ ഈത്തപ്പഴം ഞാൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സദഖ ചെയ്തപ്പോ നിങ്ങൾ പറഞ്ഞതിനേക്കാൾ 100 ഇരട്ടി പ്രതിഫലം എനിക്ക് കിട്ടുകയാ. പക്ഷേ പ്രതിഫലം മണ്ണിന്റെ മുകളിലല്ല, 6 മണ്ണിലേക്ക് ഞാൻ പോകുമ്പോഴാ
സഹോദരങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, മരണം നന്നാവണോ? ആദ്യം ദുനിയാവിനോടുള്ള മോഹമില്ലാതാവണം. തന്റെ കച്ചവട സാധനത്തിന് ഇരട്ടി വില പറഞ്ഞിട്ടും കൊടുക്കാതെ അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞതുപോലെ കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല മരണം കിട്ടിയത് മഹാനവറുകൾക്കല്ലേ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് എതിരാളികൾ ഊരിപ്പിടിച്ച വാൾ കൊണ്ടുവന്ന് പുറകിൽ നിന്ന് ആഞ്ഞുകുത്തുന്നത്. ആ വാളിന്റെ മുനതന്റെ വയറീറിയിട്ട് വെളിയിലോട്ട് വന്ന് കുടൽമാല ചിതറിത്തെറിച്ച് മഹാനവറുകൾ ഖുർആന്റെ മുകളിലേക്ക് കമിഴ്ന്നു വീണു. അല്ലാഹു നിനക്ക് മതി എന്ന അർത്ഥം വരുന്നു. സൂറത്തുൽ ബഖറയുടെ ആയത്തിന്റെ മുകളിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തത്തുള്ളികൾ വീണില്ല മുഅ്മിനേ. ഉസ്മാൻ റളിയല്ലാഹു തആല വിശുദ്ധമായ ഖുർആൻ നെഞ്ചോടടക്കി മഹാനവറുകളെ ഷഹീദായില്ലേ. ആ ഷഹീദായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മയ്യത്തും എടുത്തുകൊണ്ട് സഹാബത്ത് മസ്ജിദുൻ നബവിയില് ജന്നത്തുൽ ബഖീൽ ഖബറടക്കാൻ പോകുമ്പോ മഹാന്മാരായ സഹാബത്തിനെ ഖബറടക്കിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യമാരെ ഖബറടക്കിയ ഹബീബായ നബി തങ്ങളുടെ സഹാബത്തിനെ ഖബറടക്കിയ ഇന്ന് മദീനയിൽ കാണുമ്പോ ജന്നത്തുൽ ബഖീലില് അവിടെയാണ് ഫാത്തിമ കിടക്കുന്നത്, അവിടെയാണ് ആയിഷ കിടക്കുന്നത്, അവിടെയാണ് ജുവൈരിയ കിടക്കുന്നത്, അവിടെയാണ് സൗദ റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. തങ്ങളെ ഉംറക്ക് പോകുമ്പോ ജന്നത്തുൽ ബഖീ കണ്ടിട്ടില്ലേ? ഒരു മൺകൂന പോലെ നിരന്ന് കിടക്കുന്ന പ്രവിശാലമായ മരുപ്പറമ്പില് ത്യാഗത്തിന്റെ കനൽപദങ്ങളിലൂടെ ജീവിതത്തിന്റെ നേരിന്റെ നേരായ വഴിവെറിച്ചു കൊടുത്ത ആദർശത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തിന്റെ സുഖങ്ങളെ മുഴുവനും മരുപ്പറമ്പുകളെ പോലെ ശൂന്യമായ മൂല്യത്തിന്റെ ലോകത്ത് ഏറ്റവും വലിയ മിതസഞ്ജീവനി പോലെ ഇസ്ലാമിനെ സ്നേഹിച്ച അസ്വാജുൻ നബിയ്യ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയാണ് അവർ ദുനിയാവിനെ തെതിച്ച പെണ്ണ് കടന്നിറങ്ങിയത്. നിറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ശഹറൈനി മുത്തതാബിഐനി വഫീ അബിയാത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനസ്തൗഖിദു നാറാ. 3 മാസം കഴിയുന്നിടത്തോളം എന്റെ വീട്ടിൽ മുടിപ്പട്ടിണിയായിരുന്നെന്ന് ലോകത്തോട് ചരിത്രം പറഞ്ഞ അവര് മരിക്കാൻ കൊതിക്കുന്നവരാണ്. അവർക്ക് ദുനിയാവിനെ വേണ്ട. ആയിഷ റളിയല്ലാഹു തആല ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ പറയാ, ആഡംബരത്തിന്റെ അത്യാധുനികതയുടെ തലങ്ങളിലോട്ട് കടന്നുപോയ കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി 18 ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിലൂടെ സുഖം തേടിയലയുന്ന ഫെമിനിസത്തിന്റെയും സയണിസത്തിന്റെയും വക്താക്കളായി ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ മുദ്രകളെ പോലും തള്ളിപ്പറയുന്ന ആധുനിക പെണ്ണ്, നിനക്കറിയുമോ? നിനക്കറിയില്ല മോളെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വഫാത്തിന് ശേഷം കൂട്ടുകാരികളുമായി അന്നത്തെ കഥകൾ അയവിറക്കവേ ആയിഷ റളിയല്ലാഹു തആല പറയാ, എന്റെ മടിയിൽ തലവെച്ചെന്റെ മുഖത്തോട്ട് നോക്കി സലാം പറഞ്ഞിട്ട് മരിക്കുന്നതിന് മുമ്പ് എന്റെ കയ്യിലിരിക്കുന്ന അറാക്കിന്റെ കമ്പെടുത്ത് എന്റെ ഭർത്താവിന്റെ കവിളിൽ എന്റെ ഇടത്തെ കൈകൊണ്ട് ആ കവിളിന്റെ വയക്കയറ്റിലേക്ക് ചേർത്ത് വെച്ച് ഞാൻ എന്റെ വലത്തെ കൈകൊണ്ട് നന്നായി പല്ല് തേപ്പിച്ചു കൊടുത്ത് ആ പല്ല് തേപ്പിച്ചതിന് ശേഷം ഞാൻ തന്നെ വെള്ളമെടുത്ത് കഴുകി ഒതുപിടിപ്പിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കി സലാം പറഞ്ഞിട്ടാണ് എന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്ന് വഫാത്തായത്. കുടുംബ ബന്ധവും സ്നേഹബന്ധവും അത് പരസ്പര വിശ്വാസത്തിന്റെ വിട്ടുവീഴ്ചയുടെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ രസതന്ത്രമാണെന്ന് പഠിപ്പിക്കാൻ വന്ന നവദമ്പതികൾ. പക്ഷേ എന്റെ മടിയിൽ കിടന്ന് എന്റെ മുഖത്ത് നോക്കി സലാം പറഞ്ഞ് ആയിഷ ഞാൻ പോകട്ടെ ആയിഷ എന്നെന്റെ ഹബീബായ നബി തങ്ങൾ പറയുമ്പോ മരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ടേയില്ല. കൂട്ടുകാരികൾ ചോദിച്ചു, ആയിഷ ബീവിയെ ഇത് എന്താണ് പറയുന്നത്? മരിക്കുന്ന സമയത്ത് മുഖം കണ്ടില്ലെന്നോ? മടിയിൽ കിടന്ന് നിന്നെ മുഖത്ത് നോക്കി സലാം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മുഖം കണ്ടില്ലെന്നോ? ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞ മറുപടി വളാം തെരിയില്
കേരളത്തിന്റെ ഗൾഫിന്റെ മുഴുവൻ അടയാളങ്ങളും നാസകൈവേല് തെളിഞ്ഞു നിൽക്കുന്ന വളാഞ്ചേരി, കുറ്റിപ്പുറം, തിരൂര്, കോട്ടക്കൽ വരെയുള്ള ഓരോ ദേശീയപാതയിൽ നോക്കിയാൽ ഗൾഫിന്റെ വരുമാനത്തിന്റെ പ്രതാപത്തിന്റെ പൊളപ്പ് കാണാം. അവരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട മോളെ ആയിഷ ബീവി പറഞ്ഞത്, അതേ മടിയിൽ തലവെച്ച് സലാം പറഞ്ഞിട്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ മുഖം കണ്ടില്ല. കാരണം എന്റെ ഭർത്താവ് മരിക്കുന്ന ദിവസം ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നില്ല. വിളക്ക് കത്തിക്കാനുള്ള എണ്ണ എന്റെ അടുക്കളയിൽ ഇല്ലാത്തത് കൊണ്ട്, ഇരുട്ടായത് കൊണ്ട് എന്റെ ഭർത്താവിന്റെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? ആ മടിയിലും മരിക്കുന്ന നേരത്ത് വിളക്കിൽ എണ്ണ കത്തിക്കാനില്ലാത്ത ദാരിദ്ര്യം വന്നതാർക്കെന്നറിയോ? ലോകത്തിനും അനുഗ്രഹമായി വന്ന ആ പ്രവാചകന്റെ അടുക്കൽ വന്ന് പർവ്വതങ്ങൾ കെഞ്ചിയതാണ്, ചോദിച്ചിട്ടില്ല. അങ്ങനെ പറയുന്ന പരാമർശം തെറ്റാണ്. ആ പർവ്വതം വന്ന് കെഞ്ചി ചോദിച്ചു അത്രേ. ചോദിക്കുന്നത് വേറെ, കെഞ്ചുന്നത് വേറെ. ഞങ്ങൾ അങ്ങേക്ക് സ്വർണമായി തരട്ടെ നബിയേ. വേണ്ട വേണ്ട, സ്വർണം വേണ്ട. പൊന്നുമോനെ, ദുനിയാവിന് എന്ന് തലാക്ക് ചൊല്ലുന്നുവോ? മരിക്കുന്ന നേരത്ത് ഭർത്താവിന്റെ മുഖം പോലും കാണാതെ പട്ടിണി കിടന്ന പെണ്ണാണ് ജന്നത്തുൽ ബഖീൽ കിടന്നുറങ്ങുന്നത്. ആ ജന്നത്തുൽ ബഖീലേക്ക് ദുനിയാവിനെ തലാക്ക് ചെല്ലണം മോളെ, ദുനിയാവിനെ തലാക്ക് ചെല്ലണം മോളെ. ആ ജന്നത്തുൽ ബഖീലാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഞാൻ പറയാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകണോ, ഖബറിൽ പുഞ്ചിരിച്ച് കിടക്കണോ, ആദ്യം ചെയ്യേണ്ടത് ദുനിയാവിനെ തലാക്ക് ചൊല്ലണം. ഇന്നലില്ലാഹി ഇബാദൻ ഫൂതനാ തലകു ദുനിയാ വഖാഫു ഫീതനാ നളറു ഫീഹാ ഫലമ്മാ ലിമൂ അന്നഹാ ലൈസത് ലിഹയ്യിന വാതനാ. ഈ ദുനിയാവ് സ്ഥിരതാമസത്തിനുള്ള സ്ഥലമല്ലെന്നറിഞ്ഞപ്പോ മഹാന്മാര് ദുനിയാവിനെ തലാക്ക് ചൊല്ലി. ചുരുക്കി പറയട്ടെ, വിഷയം വിശാലമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിനോട് ആദ്യമുള്ള വല്ലാത്ത അഭിനിവേശം അവസാനിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുനിയാവിനെ പ്രേമിക്കരുത്. ദുനിയാവ് നിഴലാ, തേടിയാലോടുന്നതാ. ദുനിയാവ് നിഴലാ, തേടിയാലോടുന്നതാ. ദുനിയാവിന്റെ നിഴല് പോലെയാണ്. പിടിക്കാൻ പോയാൽ പിടികിട്ടാതെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് ദൂരക്കം വരെ ഓടിപ്പിച്ചു കളയും. അതുകൊണ്ട് ദുനിയാവ് നിഴലാണ്. ദുനിയാവ് നിഴലാണ്. നിഴലിനെ പിടിക്കാൻ പോയാ, നിഴലിനെ പിടിക്കാൻ നമ്മൾ പുറകെ ഓടിയ മനുഷ്യന്മാരെ പിടിക്കാൻ പറ്റുമോ? എത്ര ഓടിയാലും പിടിക്കാൻ പറ്റുമോ? എന്നാ ഇതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു വന്നാലോ നിഴല് നമ്മുടെ കൂടെ ഇങ്ങോട്ട് വരും. എത്ര ഉപമയാണ് ഹബീബ. ഈ ദുനിയാവ് നിഴലാണ്. പിടിക്കാൻ അങ്ങോട്ട് പോയാ പിടുത്തം തരൂല. വേണ്ടാന്ന് പറഞ്ഞ് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നാ നമ്മുടെ കൂടെ വരും. നമ്മുടെ കൂടെ സഹാബത്ത് മുഴുവനും ദുനിയാവ് വേണ്ടാന്ന് വെച്ചപ്പോ അവര് പട്ടിണി പാവങ്ങളായോ? ആയിഷ റളിയല്ലാഹു തആല വീട്ടിലിരിക്കുമ്പോ ഒരു സൗണ്ട് കേട്ടു. കൂടെ ആളോട് ചോദിച്ചു, മാ ഹാദിഹി ലജ്ജ, എന്താ ഒരു സൗണ്ട് കേട്ടത്? അപ്പൊ പറഞ്ഞു, മഹദി അവറുകളെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കച്ചവട സംഘം ഷാമില് പോയി കച്ചവടം ചെയ്തിട്ട് കിട്ടിയ ലാഭത്തിന്റെ ദീനാറുകൾ മസ്ജിദുൻ നബവിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തട്ടിയിട്ട ശബ്ദമാണ് കേട്ടത്. ടിപ്പറിൽ കൊണ്ട് മെറ്റിൽ തട്ടും പോലെ ഒരു കച്ചവടം കഴിഞ്ഞ് കിട്ടിയ മൂലധനമല്ല, ലാഭം മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് കൊണ്ട് തട്ടിയിട്ട്. അപ്പൊ ഇത് വേണ്ടാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരും. വേണോന്ന് പറയാൻ അങ്ങോട്ട് പോയാ നമ്മളെയും കൊണ്ട് ഇത് ഓടിച്ചു കളയും. ആ കച്ചവടം, ഈ കച്ചവടം, അത് കച്ചവടം, ഈ കച്ചവടം, അവസാനം ഒന്നുമില്ലാതെ തിരിച്ചിങ്ങോട്ട് വരുമ്പോ എവിടെയെങ്കിലും രക്ഷപ്പെടുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ശൈഖിനെ കാണാൻ ശിഷ്യം പോയി. എല്ലാം കണ്ടിട്ട് തിരിച്ചു വരുമ്പോ ഒരു കൈമടക്ക് കൈ വെച്ചു കൊടുത്തു. മഹാനവറുകളൊന്നും എനിക്ക് വേണ്ട, മേടിച്ചില്ല. നിർബന്ധിച്ചു കൊടുത്തു, വാങ്ങിച്ചില്ല. എനിക്ക് വേണ്ട.
ഇറങ്ങി പോകുന്ന വഴി ശിഷ്യൻ ആ കൊടുത്ത കൈമടക്ക് ഉസ്താദ് പള്ളിയുടെ വെളിയിൽ ഷൂ ഊരിയിട്ടിട്ടുണ്ടായിരുന്നു. ആ ഷൂവിന്റെ അടിയിൽ അകത്തു വെച്ചു. ദറസൊക്കെ കഴിഞ്ഞ ശൈഖ് അവറുകൾ ഇറങ്ങി വന്ന് വെളിയിൽ പോകാൻ നേരത്ത് ഷൂ ഇടാൻ വേണ്ടി നോക്കിയപ്പോ കാലെടുത്ത് ഷൂവിലേക്ക് ഇടുമ്പോ ഈ പൈസ ഷൂവിന്റെ ഉള്ളിൽ നിൽക്കുന്നു. മഹാനവറുകളെ ശിഷ്യന്മാരെ മുഴുവനും വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടോ, ഇതാണ് ദുനിയാവ്. ഞാനിതിനെ വേണ്ടാന്ന് പറഞ്ഞ് അട്ടി ഒടിച്ചപ്പോ ഇതെന്റെ കാലിന്റെ അടിയിൽ വന്ന് കിടക്കുക. ഞാനിതിനെ വേണ്ടാന്ന് പറഞ്ഞ് അട്ടി ഒടിച്ചപ്പോ ഇത് വന്ന് എന്റെ കാലിന്റെ അടിയിൽ വന്ന് കിടക്കുന്നത് കണ്ടോ, ഇതാണ് ദുനിയാവെന്ന് പറഞ്ഞു മഹാനായ ശൈഖ് അവർ. അല്ലാഹു നമുക്ക് ചിന്ത തരട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങളുടെ പള്ളിക്കലും ഉലിയാർക്ക് കൈമടക്ക് കൊടുക്കുമ്പോൾ അത് ആദ്യം തന്നെ മേടിക്കും. അത് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ ചെരുപ്പി വെച്ചിട്ട് പോകാത്തോണ്ട. എങ്ങാനും വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങളത് പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയി കളയും. അത് ചെരുപ്പി വെക്കണ ഒരു സമൂഹത്തോടല്ലേ ഇത് വേണ്ടാന്ന് പറയാൻ പറ്റും. രണ്ട്, ഒന്നാമത് ദുനിയാവിനെ ഉപേക്ഷിക്കുക. രണ്ടാമത്തേത് തൂലിൽ അമലി, അത്യാഗ്രഹം ഉപേക്ഷിക്കുക. മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കണമെങ്കിൽ ആദ്യം അത്യാഗ്രഹം ഉപേക്ഷിക്കണം. അത്യാഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ദുരാഗ്രഹങ്ങളാണ്. അത് വേണം, ഇത് വേണം, അവിടെ എത്തണം, ഇവിടെ എത്തണം എന്ന കുറെ അത്യാഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ കുമിഞ്ഞുകൂടുമ്പോഴാണ് അത് പിന്നീട് ചീഞ്ഞു നാറുന്നത്. അതുകൊണ്ട് രണ്ടാമത് അത്യാഗ്രഹം ഉപേക്ഷിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. അൽ ഖനാഅത്തു മിഫ്താഹുർ റാഹ, ഉള്ളത് കൊണ്ട് ജീവിക്കലാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഖൈർ. അപ്പൊ രണ്ട്, അത്യാഗ്രഹം ഉപേക്ഷിക്കുക. മൂന്ന്, സലാമത്തുൽ ഖൽബി, നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിച്ചു വെക്കുക. ഏത് സമയത്തും നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിച്ചു വെക്കുക. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. മരണത്തിന് വേണ്ടി ഒരുങ്ങണമെങ്കിൽ അടുത്തതായി ചെയ്യേണ്ടത് നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. ഫിത്നയിൽ നിന്ന്, ഫസാദിൽ നിന്ന്, ഹസദിൽ നിന്ന്, റിയായിൽ നിന്ന് എപ്പോഴും നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. കാരണം അല്ലാഹുവിന്റെ മുമ്പിൽ പോകുമ്പോൾ അവൻ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും നന്നാക്കി ശുദ്ധിയാക്കി വെക്കുക. നാലാമത്തെ കാര്യം അൽ ഇസ്തിഖാമ, എപ്പോഴും ജീവിതത്തിൽ ഇസ്തിഖാമത്തുണ്ടാവുക. ഒരിക്കലും ഈമാനിൽ നിന്ന് വ്യതിചലിച്ചു പോവാതിരിക്കുക. ഏത് സമയത്തും ഈമാൻ നിലനിന്നാല് ഈമാൻ സലാമത്തായി നമുക്ക് മരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇസ്തിഖാമത്തിനെ നിലനിർത്തുക. അഞ്ചാമത്തെ കാര്യം, മരണം നന്നാവണോ, നന്നായി മരിക്കണോ. അഞ്ചാമത്തെ കാര്യം, ആണുങ്ങളെ പെണ്ണുങ്ങളെ, അൽ മുഹാസബ, അൽ മുഹാസബ, എപ്പോഴും നമ്മളൊന്ന് പരിശോധിക്കുക, മുഹാസബ നടത്തുക. എപ്പോഴും അല്ലാഹുവേ ഞാൻ ആരാണ്, എന്റെ അവസ്ഥ എന്താണ്, ഞാൻ ഇപ്പം മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവുക. അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു ചിന്ത നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരിമാരെ, സഹോദരങ്ങളെ, എപ്പോഴും ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണം. പടച്ചോനെ, ഞാൻ ഇപ്പം മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോവുകയോ അതല്ല നരകത്തിൽ പോവോ. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായാൽ അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരും. ഫാത്തിമ റളിയല്ലാഹു തആല വഫാത്തായി ഖബറിൽ കിടക്കുന്ന ആദ്യ രാത്രി അലി റളിയല്ലാഹു തആല രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരണില്ല. ഇന്നലെ രാത്രി വരെ എന്റെ കൂടെ കിടന്ന എന്റെ ഫാത്തിമ ഇപ്പൊ എവിടെ? അവള് ഖബറിലാണ്. ഭാര്യ നമുക്ക് നഷ്ടപ്പെട്ട് നമ്മൾ കിടപ്പറയിൽ ഒറ്റയ്ക്കാകുന്ന ആദ്യ രാത്രി ജീവിതത്തിൽ സഹിക്കാൻ കഴിയില്ല. ഉറങ്ങാൻ പറ്റാതെ അലി റളിയല്ലാഹു തആല ഫാത്തിമ ബിയുടെ ഖബറിലെത്തി നട്ടപ്പാതിരായിക്ക്. എന്നിട്ട് ആ ഖബറിന്റെ മുമ്പിൽ പോയി അലി റളിയല്ലാഹു തആല ഒരു കവിത പാടി. ഖബറിലേക്ക് നോക്കി, കവിളിലൂടെ കണ്ണുനീരൊഴുക്കി. ഇന്നലകളിൽ തന്റെ ജീവിതത്തിന്റെ എല്ലാ പരിമിതികളിലും തനിക്ക് താങ്ങും തണലുമായി കടന്നവളെ, നീ ഇന്ന് മണ്ണിന്റെ അടിയിലാണല്ലോ ഈ പൊന്നുമോളെ. മാലി മറർത്തു അലൽ ഖുബൂരി മുസല്ലിമാ ഖബറൽ ഹബീബി ഫലം മറുദ്ദ ജവാബി. ഖബറേ, ഞാൻ നിന്റെ മുമ്പിൽ വന്നിട്ട് എന്റെ ഫാത്തിമയോട് സലാം പറഞ്ഞിട്ട് എന്റെ ഖബറിൽ കിടക്കുന്ന ഫാത്തിമ എനിക്ക് സലാം അടക്കുന്നില്ലല്ലോ. ഇന്നലെ വരെ എന്നോട് സലാം പറഞ്ഞിരുന്ന എന്റെ നെടല് വെട്ടം കാണുമ്പോ ഓടി വന്ന എന്റെ ഫാത്തിമയെ വിട്, എന്റെ ഫാത്തിമ ഇന്ന് എന്നോട് സലാം അടക്കുന്നില്ലല്ലോ എന്ന് കവിത പാടി. ബാക്കി മറന്നു.
സലാം പറഞ്ഞ് കബറിൽ ചെന്ന് മടക്കിയില്ല. അപ്പോ ഞാൻ വേറെ ഇത് ഓർത്ത് വെച്ചില്ല, അവന് പറഞ്ഞു. അങ്ങനെ കവിത യക്കബറു മാലകി ലാ തുജീബു മുനാദിയ അംലൽ തബദി ഖുല്ലത്തൽ അഹ്ബാബി. എടാ മോനെ, വടിയില് 4 മണിക്ക് കാണുന്ന പെണ്ണിനെ നോക്കിയിട്ടല്ല കവിത പാടേണ്ടത്, അവളോടല്ല പാട്ട് പാടേണ്ടത്, അവളോടല്ല ചോദിക്കേണ്ടത്. പാട്ട് പാടേണ്ടത് നിന്റെ ഭാര്യ മരിച്ചിട്ടവിടെ കബറിന്റെ മുമ്പിൽ വന്ന് പ്രണയത്തിനും മണ്ണിന്റെ അടിയിൽ പ്രേമത്തിന്റെ സ്വരൂപം തീർത്ത് പാട്ടുപാടി. അലി റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരാ, പ്രണയിക്കേണ്ടത് ഭാര്യയാണ്. അവനവന്റെ ഭാര്യ, ലോകന്നാന്റെ ഭാര്യയില്ല, അവനവന്റെ ഭാര്യ പ്രണയിക്കണം.